So it's really wonderful to meet you all again. So first today's topic you already know. Today's topic is power of truth. The truth shall set you free. This is today's topic. The truth shall set you free. So to introducing into this topic, we start with a beautiful story. So for the clarity of നമ്മുടെ വെബിനാറിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കുറച്ച് സമയത്തേക്ക് വീഡിയോ മ്യൂട്ട് ചെയ്യാം, ഓഡിയോ മ്യൂട്ട് ചെയ്യാം. And the storyteller Latika Menon is here. So over to Ladhu. So she'll share a beautiful story which is very much aligned to this today's topic. So over to Ladhu. Okay, 1 minute. Video and audio mute here. Yes. The topic is truth. നമ്മളെല്ലാരും കിൻഡർഗാർട്ടൻ കുട്ടികളായിട്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ? അത് സജസ്റ്റ് ചെയ്ത എൻ്റെ ഒരു സ്പോഞ്ച് പോലെ ഇരിക്കാൻ. നേരത്തെ എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ നിലയ്ക്കായിരുന്നു. എല്ലാവരും കൂടെ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞെങ്കിൽ ഒരു കോറസ് പോലെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു സ്കൂൾ എക്സ്പീരിയൻസ് ചെയ്യാം. ഇന്നത്തെ ഈ പവർ ഓഫ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ, അതിന് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി മനസ്സിൽ വന്നത്, ഒരിടത്തൊരു കള്ളനുണ്ടായിരുന്നു. ആ കള്ളൻ ഒരു ദിവസം രാത്രിയായി, പുള്ളിയുടെ ഡ്യൂട്ടി ടൈമായി, എല്ലാം അറേഞ്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. പലയിടത്തും സെർച്ച് ചെയ്തിട്ടും തക്കതായൊന്നും മോഷ്ടിക്കാനൊന്നും കിട്ടിയില്ല. അങ്ങനെ രാത്രി ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴാണ് ഒരിടത്ത് നല്ല വെളിച്ചവും ഒരു ആൾക്കൂട്ടവും ഒക്കെ കാണുന്നത്. അപ്പൊ അതൊരു അമ്പലത്തിന്റെ ഒരു ചുറ്റുവട്ടമാണ്. അവിടെ ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട്. അപ്പൊ പുള്ളി വിചാരിച്ചു എന്നാ പിന്നെ ഈ ആൾക്കൂട്ടത്തിലോട്ട് അങ്ങോട്ട് കയറിയിട്ട് പോക്കറ്റ് അടിക്കാൻ നോക്കാം, അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അങ്ങനെ ആ കൂട്ടത്തിലേക്ക് എൻട്രി ചെയ്തു. അവിടെ കറങ്ങി നടക്കുന്ന കൂട്ടത്തിലാണ് എല്ലാവരും എന്താണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. അപ്പോ അമ്പലത്തിന്റെ പ്രീസ്റ്റ് അവിടെ ഒരു സ്പീച്ച് കൊടുക്കുകയാണ്. ആൻഡ് ഇറ്റ് വാസ് റിഗാർഡിങ് ട്രൂത്ത്. അപ്പൊ ഈ കള്ളൻ ഇങ്ങനെ ഓരോന്ന് ശ്രദ്ധിച്ച് നടക്കുന്ന കൂട്ടത്തില് ഇദ്ദേഹത്തിന്റെ വാക്കുകളും ഇങ്ങനെ ചെവിയിൽ വീഴുന്നുണ്ട്. അപ്പൊ ഓണസ്റ്റി, സ്പീക്കിംഗ് ട്രൂത്ത്, അതിന് വേണ്ട കറേജ്, ഇങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് മെല്ലെ മെല്ലെ ഈ മനുഷ്യന് ഭയങ്കര അട്രാക്ഷൻ തോന്നി ആ വാക്കുകളിലേക്ക്, ആ സ്പീച്ചിലേക്ക്. ആൻഡ് പുള്ളി എന്തിനാണ് അവിടെ മറന്നത്, നമ്മുടെ കള്ളൻ എന്തിനാണ് അവിടെ വന്നത് എന്ന് മറന്നുപോയിട്ട് ആ സ്പീച്ചിൽ അങ്ങനെ ലയിച്ചിരുന്നു. കുറേ കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ പുള്ളിക്കും തോന്നി എനിക്കും ട്രൂത്തില് കമ്മിറ്റഡ് ആവണം. അപ്പൊ ഈ സ്പീച്ച് എല്ലാം കഴിഞ്ഞു, ആൾക്കാരൊക്കെ പിരിഞ്ഞു പോവുകയാണ്. പുള്ളി കുറച്ചു നേരം അവിടെ അങ്ങനെ പരിങ്ങി നിന്നു. അപ്പൊ ആ പ്രീസ്റ്റ് കണ്ടു. പ്രീസ്റ്റ് ചോദിച്ചു, എന്ത് പറ്റി, എന്താ പോകാത്ത, എന്താണ് ഇവിടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ സ്പീച്ച് ഭയങ്കര ഒരു എൻ്റെ ഹൃദയത്തിനെ തൊട്ടു, എനിക്ക് അതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹം പറയും, എന്താണ് ചോദിച്ചോളൂ. അപ്പൊ പറയും, ഞാൻ എൻ്റെ പ്രൊഫഷൻ, ഞാൻ ഒരു കള്ളനാണ്, ഞാനിവിടെ വന്നത് മോഷ്ടിക്കാനാണ്, ആൾക്കാരിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് അറിയാനാണ്. അപ്പൊ ഈ വാക്കുകൾ കേട്ടപ്പോ പക്ഷെ എനിക്ക് സത്യം പറയണം, എനിക്കെപ്പോഴും ട്രൂത്ത് പറയണം, എനിക്കും എൻ്റെ ഒരു കറേജ് ഫീൽ ചെയ്യണം, എനിക്കും ഞാൻ കൊള്ളാമെന്ന് തോന്നണം. അപ്പൊ പ്രീസ്റ്റ് പറഞ്ഞു, അതിനെന്താ, നീ സത്യം പറഞ്ഞോളൂ. അവര്, പക്ഷേ എൻ്റെ ജോലി മോഷണമല്ലേ, ഞാൻ സത്യം പറഞ്ഞാൽ പിടിക്കപ്പെടും, ഞാൻ എൻ്റെ സത്യം പറഞ്ഞാൽ ഐ വിൽ ബി കോട്ട്. അപ്പോ ഈ പ്രീസ്റ്റ് പറഞ്ഞു, നോ, ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ, നിന്റെ സത്യം സ്വതന്ത്രമാക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ കള്ളൻ അതിന്റെ ഒരു കണക്ഷൻ മനസ്സിലായില്ലെങ്കിലും ഇദ്ദേഹം പറയണതല്ലേ, അറിവുള്ള ആളല്ലേ, ശരിയായിരിക്കും. അപ്പോ അദ്ദേഹം പറഞ്ഞു, പ്രീസ്റ്റ് കള്ളനോട് പറഞ്ഞു, എന്തായാലും നിനക്ക് ഈ ഒരു ഫാക്ടിനോട് ട്രൂത്ത് പറയണം, കമ്മിറ്റിംഗ് ടു ട്രൂത്ത്, അതിനോട് റിസർവേഷൻ തോന്നിയ സ്ഥിതിക്ക് ഇനി മുതൽ നീ അത് ചെയ്യണം.
അതാണ് നിന്റെ രക്ഷയ്ക്കും നല്ലത്. അത് നീ പരീക്ഷിച്ച് നോക്കൂ. ഗ്രാജുവലി യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, പ്രീസ്റ്റ് പറഞ്ഞതല്ലേ, അത് വെച്ച് കള്ളൻ മുമ്പോട്ട് പോയി. അപ്പൊ രാത്രിയാണ്. ഇനി ഫർദർ മോഷണം എവിടുന്ന് വേണ്ടത് കിട്ടുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടക്കുന്ന സമയത്ത് ഒരു വലിയ ഇതുപോലെ ഒരു ഗ്രൗണ്ട് പോലെ ഒരു മൈതാനത്ത് കൂടെ അങ്ങനെ ഒരു ഓപ്പൺ സ്പേസിലൂടെ നടക്കുന്ന സമയത്ത് വേറെ ആള് അവിടെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന കാണും. അപ്പൊ ഇയാള് വേഗം അയാളുടെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ മറ്റേ സുഹൃത്ത് ചോദിക്കും, പുതുതായി കണ്ടുമുട്ടിയ സുഹൃത്ത് ചോദിക്കും, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ രാത്രി കറങ്ങി നടക്കണേ? അപ്പൊ നമ്മുടെ കള്ളൻ ശ്രദ്ധിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വേഷമൊക്കെ കൊള്ളാം, ഒരു മഞ്ഞിനെ പോലെയൊക്കെ ഉണ്ട്. അപ്പൊ അയാൾ പറയും, അതെ, എന്ത് പറയണമെന്ന് ആദ്യം സംശയിക്കും, പിന്നെ വിചാരിക്കും കമ്മിറ്റിംഗ് ടു ട്രൂത്ത് അല്ലേ, എനിക്ക് സത്യം പറഞ്ഞേക്കാം, ഞാനൊരു കള്ളനാണ്, ഞാൻ മോഷ്ടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ പുതിയ ആൾക്ക് ഭയങ്കര കൗതുകം തോന്നും. കള്ളൻ കള്ളനാണെന്ന് വിളിച്ചു പറയാം, എന്നിട്ട് മോഷ്ടിക്കാൻ ഇറങ്ങിയതാണെന്ന് പറയാം, ഇയാൾ കൊള്ളാലോ. ഇത് ആക്ച്വലി നമ്മുടെ രാജാവ്, നാട്ടിലെ രാജാവ് വേഷം മാറി നാട് ചുറ്റാൻ ഇറങ്ങിയതാണ്. അപ്പൊ രാജാവിന് ഭയങ്കര രസം തോന്നി. അപ്പൊ രാജാവ് കള്ളനോട് പറയും, സുഹൃത്തെ, ഞാനും ഒരു കള്ളനാണ്, ഞാനും മോഷ്ടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ കള്ളൻ ചോദിക്കും, പക്ഷെ നിങ്ങൾ മാന്യമായി വേഷം ധരിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ വലിയ വലിയ സ്ഥലങ്ങളിലാണ് മോഷ്ടിക്കാൻ പോകുന്നത്, അതിനിങ്ങനെ ചെറിയ സെറ്റപ്പ് ഒക്കെ വേണ്ടി വരും, ചെറിയ അറേഞ്ച്മെന്റ്സ് ഒക്കെ വേണം. ഞാൻ ഇന്ന് രാജകൊട്ടാരത്തിലാണ് മോഷ്ടിക്കാൻ വരുന്നത്, നീ എന്റെ കൂടെ പോരുന്നോ? അപ്പൊ ഇയാൾ പറയും, ഞാനും വരാം, എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, ഞാനും വരാം. അപ്പൊ രാജാവിന്റെ ഭാണ്ഡത്തിൽ നിന്ന് അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷോളൊക്കെ കൊടുക്കും. അപ്പൊ ഇയാളേക്ക്, നിങ്ങൾക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ ആയിട്ടാണ് ഞാൻ ഇറങ്ങുക, കാരണം എനിക്ക് വലിയ വലിയ സ്ഥലങ്ങളിലാണ് കയറേണ്ടത്, അപ്പൊ ഞാൻ ഇതൊക്കെ ആയിട്ടാണ് പൊതുവെ ഇറങ്ങാറ്, നീ ഇതൊക്കെ പുറക്കെ കൂടുതലൊന്നും അന്വേഷിക്കണ്ട, നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പൊ ഈ നല്ല ഷോളൊക്കെ പുറച്ച് പുതിയ സുഹൃത്തിന്റെ കൂടെ, രാജാവാണെന്ന് തിരിച്ചറിയാതെ നമ്മുടെ കള്ളൻ രാജകൊട്ടാരത്തിലേക്ക് തിരിക്കും. രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ ഒരു ഭടൻ കാവല് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇയാള് പുതിയ സുഹൃത്തിനോട് പറയും, അതെ, എനിക്കൊരു പ്രശ്നമുണ്ട്, ഐ ആം കമ്മിറ്റഡ് ടു ട്രൂത്ത്, എനിക്ക് സത്യമേ പറയാൻ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ രാജാവ് പറയും, അതിനെന്താ, നീ നിന്റെ സത്യം പറഞ്ഞു, ഒരു കുഴപ്പം ഉണ്ടാവില്ല, നമുക്ക് നോക്കാമല്ലോ എന്ന് പറയും. അങ്ങനെ ഭടന്റെ അടുത്തെത്തും. അപ്പൊ ഭടൻ ചോദിക്കും, നിങ്ങൾ ആരാണ്, എന്തിനാണ് ഈ സമയത്ത് ഇവിടെ വന്നത്? അപ്പൊ നമ്മുടെ കള്ളൻ പറയും, ഞങ്ങൾ കള്ളന്മാരാണ്, ഞങ്ങൾ ഇവിടെ മോഷ്ടിക്കാൻ വന്നത്. അപ്പൊ ഈ ഭടന് തോന്നും, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു എന്നല്ലേ ഉള്ളൂ, ഈ ആൾക്കാർ അതിൽ ഇത്ര അനോയിഡ് ആവേണ്ട കാര്യം എന്തിരിക്കുന്നു? അയാൾ വിചാരിക്കുന്നത് ഇവര് അനോയിഡ് ആയിട്ട് അങ്ങനെ ഒരു തർക്കുത്തരം പോലെ പറയുന്നതാണ് എന്ന ഒരു ധാരണയിൽ ഭടൻ വേഗം ഒന്നും സംസാരിക്കാതെ ഇവരെ അകത്തേക്ക് അലൗ ചെയ്യും. അങ്ങനെ മുമ്പോട്ട് രാജകൊട്ടാരത്തിലേക്ക് കുറച്ച് കടന്നതിന് ശേഷം രാജാവ്, ഈ കള്ളന്റെ കൂടെ വന്നിരിക്കുന്ന രാജാവ് കള്ളനോട് പറയും, അവിടെ എവിടെയോ കുറച്ച് ഡയമണ്ട്സ് ഇരിപ്പുണ്ട്, നമുക്ക് അത് മോഷ്ടിക്കാം, ഇന്നത്തേക്ക് നമുക്ക് അത് മതിയാവും. അപ്പൊ കള്ളൻ രാജാവിന്റെ കൂടെ ചെല്ലും. രാജാവ് ഒരു ഷെൽഫ് കാണിച്ചു കൊടുക്കും. ആ ഷെൽഫിൽ നിന്ന് ഇവൻ വളരെ ഈസി ആയി ആ ഷെൽഫ് കുത്തി തുറന്ന് അതിനകത്ത് നോക്കുമ്പോൾ 5 ഡയമണ്ട്സ് ഇരിക്കും. അപ്പൊ രാജാവ് പറയും, നമുക്കതിൽ നിന്ന് 4 എണ്ണം എടുക്കാം, അപ്പൊ 2 എണ്ണം വെച്ച് നമുക്ക് രണ്ടുപേർക്കും ഷെയർ ചെയ്യാം, ഒരെണ്ണം പിന്നെ അല്ലെങ്കിൽ അത് പൊട്ടിച്ച് ഉപയോഗിക്കേണ്ടി വരും, അപ്പൊ ആ രത്നം വേസ്റ്റ് ആവും, സോ നമുക്ക് അത് അവിടെ തന്നെ വെച്ചേക്കാം. നമ്മുടെ കള്ളൻ സമ്മതിക്കും. അങ്ങനെ 2 രത്നങ്ങൾ കള്ളനും 2 രത്നങ്ങൾ നമ്മുടെ രാജാവും എടുക്കും. അങ്ങനെ അന്നത്തെ ദിവസം അവർ പിരിയും. പിറ്റേ ദിവസം ട്രഷറി വന്ന് തുറക്കുന്ന ഷെൽഫ്, അതിന്റെയൊക്കെ ഡ്യൂട്ടി ഉള്ള ആൾക്കാർ വന്ന് നോക്കുമ്പോൾ വെച്ചിരുന്ന ഡയമണ്ട്സ് കാണുന്നില്ല. ഉടനെ രാജാവിന് റിപ്പോർട്ട് പോകും, രാജാവിന്റെ മുമ്പിൽ വരും. ഇപ്പൊ ട്രഷറർ അതിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ 5 രത്നമല്ലേ ഉള്ളത്, 4 എണ്ണം കാണുന്നില്ല. ഇയാൾ എന്ത് ചെയ്യും, സൂത്രത്തിൽ ഒരെണ്ണം കൂടെ എടുത്ത് പോക്കറ്റിലിടും. എന്നിട്ട് രാജാവിനോട് റിപ്പോർട്ട് കൊടുക്കും, നമ്മൾ സൂക്ഷിച്ചിരുന്ന ഡയമണ്ട്സ് എല്ലാം കളവ് പോയി. അപ്പൊ രാജാവ് ട്രഷററോട് ചോദിക്കും, എത്ര എണ്ണം ഉണ്ടായിരുന്നു? അത് 5 എണ്ണം ഉണ്ടായിരുന്നു. എത്ര എണ്ണം പോയി? 5 എണ്ണവും പോയി എന്ന് ട്രഷറർ രാജാവിനോട് പറയും. രാജാവ് പറയും, ഉടനെ കള്ളനെ കണ്ടുപിടിക്കണം, ആരുടെ കയ്യിലാണോ ആ രത്നം ഉള്ളത് അയാളെ ഉടനെ എന്റെ മുമ്പിൽ ഹാജരാക്കൂ. രാജാവിന്റെ ഉത്തരവ്. ഭടന്മാരുടെ 4 പാടും പായും, നമ്മുടെ കള്ളനെ പിടികൂടും, അയാളെ രാജാവിന്റെ മുമ്പിൽ എത്തിക്കും. രാജാവിന്റെ മുമ്പിൽ എത്തിക്കുമ്പോ രാജാവ് കള്ളനോട് ചോദിക്കും, നിങ്ങൾ ഇവിടെ ഡയമണ്ട് എടുത്തോ? അപ്പൊ കള്ളൻ പറയും, ഞാൻ എടുത്തു, ഞാൻ കള്ളനാണ്, ഞാൻ മോഷ്ടിക്കാൻ വന്നതാണ്, ഡയമണ്ട്സ് കിട്ടി, എന്റെ കൂടെ വേറെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു,
അയാൾ 2 എടുത്തു, ഞാൻ 2 എടുത്തു, എന്റെ കയ്യിൽ 2 എന്റെ കയ്യിലുണ്ട്. അപ്പൊ രാജാവ് പറയും അങ്ങനല്ലല്ലോ, അത് 5 ഉണ്ടായിരുന്നു. അപ്പൊ ആ ബാക്കി 1 എവിടെ? അപ്പൊ കള്ളൻ പറയും ഞങ്ങൾ 4 എടുത്തിട്ടുള്ളൂ, 1 അവിടെ തിരിച്ചു വെച്ചു എന്ന് പറയും. അപ്പൊ രാജാവ് ഉടനെ ഭടന്മാരോട് പറയും ട്രഷററെ സെർച്ച് ചെയ്യാൻ പറയും, അയാളുടെ ഡ്രസ്സ് എല്ലാം നോക്കാൻ പറയും. അങ്ങനെ അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ഡയമണ്ട് കിട്ടും. രാജാവ് പറയും എനിക്ക് നുണ പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ട്രഷറിനെക്കാളും സത്യം പറയണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള കള്ളനെയാണ് എനിക്ക് കൂടുതൽ വിശ്വാസം. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളാണ് എന്റെ ട്രഷറർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഖജാനാവിന്റെ സൂക്ഷിപ്പ് ജോലി ഏൽപ്പിച്ചു. അതായത് കള്ളന്റെ കയ്യിൽ രാജാവ് താക്കോൽ കൊടുക്കുന്നു. ബിക്കോസ് ഹി ഈസ് കമ്മിറ്റഡ് ടു ട്രൂത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ആ പ്രീസ്റ്റ് പറഞ്ഞ കാര്യം ഓർമ്മ വരും. സത്യം പറഞ്ഞാൽ ഐ വിൽ ബി കോട്ട് എന്ന് പേടിച്ച കള്ളന് പ്രീസ്റ്റ് പറഞ്ഞു കൊടുത്ത നോ, ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. അതായത് ഇനി ആ രാജ്യത്തെ ഏറ്റവും വലിയ ഖജനാവാണ് ഈ കള്ളന്റെ കസ്റ്റഡിയിലുള്ളത്. സോ ഹി ഈസ് സോ റിച്ച് ആൻഡ് ഹി ഈസ് ഇൻ ദ കസ്റ്റഡി ഓഫ് സോ മച്ച് ഓഫ് വെൽത്ത്. അപ്പൊ അങ്ങനെ ഒരു ട്രൂത്തിൽ കമ്മിറ്റഡ് ആയ കള്ളന്റെ കഥയാണ്. കഥയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാം. സോ ഓൾ ദ ബെസ്റ്റ് മൈ ഫ്രണ്ട്സ്. So over to sir. Yes. കഥ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ചാറ്റിൽ മെസ്സേജ് ഇടാം. ഗുഡ് സ്റ്റോറി. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു ചേച്ചി. ലവ്ലി സ്റ്റോറി, ഗുഡ്. ഓക്കെ, so thank you. So today's topic, power of truth. Truth shall set you free. Already ഒരു കള്ളനെ truth ഫ്രീ ആക്കി അല്ലേ? കള്ളന്റെ കയ്യിൽ ഖജനാവിന്റെ താക്കോൽ കൊടുത്തു. പിന്നെ ഈ ഒരു കഥ കേട്ട സമയത്ത് എനിക്ക് തോന്നിയത് ഒരു മെറ്റാഫോറിക്കൽ സ്റ്റോറി ആയിട്ടാണ് തോന്നിയത്, ഒരു സിംബോളിക് മെസ്സേജ്. നമ്മളിലെ കിങ്, നമ്മളിലെ ഒരു ഹയസ്റ്റ് സെൽഫ്, ആ സെൽഫിന്റെ മുമ്പിൽ പലപ്പോഴും നമ്മുടെ ഒരു ലോവർ മൈൻഡ് അല്ലെങ്കിൽ ലോവർ സെൽഫ് സത്യം പറയാൻ ഭയപ്പെട്ട്, എന്നുവെച്ചാൽ നമ്മളിൽ നമുക്ക് നമ്മുടേതായ ഒരുപാട് വീക്ക്നെസ്സുകൾ ഉണ്ടാവും, നമ്മുടേതായ ഒരുപാട് വൾനറബിലിറ്റീസ് ഉണ്ടാവും. ഇത് നമ്മൾ സ്വയം അംഗീകരിക്കാറില്ല. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് സെൽഫ് അക്സെപ്റ്റൻസ്. എപ്പോഴാണോ നമുക്ക് നമ്മളെ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ നല്ലതായിരിക്കാം, നമ്മൾ ചീത്തയായിരിക്കാം, പക്ഷെ എപ്പോഴാണോ നമുക്ക് നമ്മളുടെ എല്ലാവിധ സൈഡും, എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ സൈഡിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ഡാർക്ക് ആയിട്ടുള്ള സൈഡിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. ഈ ഡാർക്ക് ആയിട്ടുള്ള സൈഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും കള്ളനായി ജീവിക്കേണ്ടി വരാറുണ്ട്. അതായത് what is our truth? So today I am sharing about the truth. Really നമ്മുടെ ട്രൂത്ത് എന്താണ്? റിയലി നമ്മൾ ആരാണ്? ആക്ച്വലി നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഈ ലോകത്ത് ലൈഫിൽ എപ്പോഴും ഒരു കള്ളനെ പോലെ ജീവിക്കും. സോ ആ ഒരു കള്ളനെ പോലെ ജീവിക്കാതെ നമുക്ക് നമ്മുടെ ട്രൂത്തിൽ ജീവിക്കാനുള്ള ടിപ്സ് ആണ് ഇന്നത്തെ ദിവസം. So first of all, my gratitude to my masters, Dr. Newton Kundavati and Dr. Lakshmi, because അവരാണ് ആക്ച്വലി എൻ്റെ ലൈഫിൽ ഈ ട്രൂത്തിലേക്കുള്ള ഒരു കറേജ്. എപ്പോഴും ട്രൂത്തിന് നമുക്ക് വേണ്ട ഒരു കറേജ് ആണ് ആക്ച്വലി. ഭീരുവായിരിക്കുന്ന സമയം നമുക്ക് കള്ളത്തരത്തിൽ ഇരിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ നമുക്ക് സത്യസന്ധമായി ഇരിക്കണം എന്ന് പറയുമ്പോൾ തൊട്ട് നമുക്കൊരു പ്രത്യേകതരം കറേജ് നമുക്ക് വേണം. പലതും ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരും. ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഫേസ് ചെയ്യേണ്ടി വരും. കാരണം സത്യം പറയുമ്പോൾ എപ്പോഴും ഇഷ്ടമുള്ളതായിരിക്കണം എന്നില്ല ഫേസ് ചെയ്യുന്നത്. സോ ഇത് ഫേസ് ചെയ്യാൻ ഒരു കറേജ്. സോ ആ കറേജ് എനിക്ക് ലൈഫിലേക്ക് ആ കറേജ് കൊണ്ടുതന്നത് ഈ മാസ്റ്റേഴ്സിന്റെ അമേസിംഗ് പ്രസൻസ് ആണ്, അൺകണ്ടീഷണൽ പ്രസൻസ് ആണ്. സോ ഐ കംപ്ലീറ്റ്ലി ഡിവോട്ടിംഗ് or completely sharing all that to my masters. Okay. So ഇത് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സോക്രട്ടീസിന്റെ ഒരു വേർഡ് ആണ്, an unexamined life is not worth living. നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ഇങ്ങനെ ജീവിച്ച് രാവിലെയായി, രാത്രിയായി, വൈകിട്ടായി, പോയി, അടുത്ത ദിവസമായി, അങ്ങനെ പോകുന്നതിനൊക്കെ പകരം
നമുക്ക് നമ്മുടെ ലൈഫിനെ എക്സാമിൻ ചെയ്യുക. എക്സാമിനേഷൻ ഉദ്ദേശിക്കുന്ന ഇറ്റ്സ് നോട്ട് അനാലിസിസ്. നമ്മൾ നമ്മളെ അനലൈസ് ചെയ്യുക അല്ലെ നമ്മളെ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് അല്ല ഉദ്ദേശിക്കുന്നത്. എന്താണോ അത് അങ്ങനെ തന്നെ അതിനെ നമുക്കൊന്ന് നിരീക്ഷിക്കാനുള്ള ഒരു മനസ്സ്, നമ്മുടെ ലൈഫിനെ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു മനസ്സ്, നമ്മുടെ ലൈഫിന്റെ മൂവ്മെന്റിനെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു മനസ്സ്, അതിലെ ഡോട്ട്സിനെ ഒബ്സർവ് ചെയ്യാനുള്ള മനസ്സ്, അതിലെ ഫ്രം ദി ബിഗിനിങ് ടു നൗ എക്സാമിൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ തൊട്ടാണ് നമുക്ക് ആക്ച്വലി നമുക്ക് നമ്മുടെ പാസ്റ്റ് ലൈഫ് എക്സാമിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നത്. നമ്മുടെ ഫാമിലി ജനറ്റിക്കൽ സൈറ്റ്സ്, ഫാമിലി ബിലീഫ്സ്, ഫാമിലി സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് എക്സാമിൻ ചെയ്യാൻ. നമ്മുടെ തന്നെ കറണ്ട് ലൈഫ്, നമ്മുടെ തന്നെ പ്രീവിയസ് ലൈഫ്, നമ്മുടെ തന്നെ ഫാമിലി സിസ്റ്റം, ഇതെല്ലാം എക്സാമിൻ ചെയ്യുന്നതിനോടൊപ്പം എക്സാമിൻ ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവർ ഓൺ പ്രീ ബർത്ത് പ്ലാൻ. നമ്മളിവിടെ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാന്, ആ പ്ലാനിനെ പറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സാമിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അതൊന്നും എക്സാമിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് അവർ ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. വി ഓൾവേസ് ഫീൽ ദിസ് ഈസ് ആൻ അൺവർത്തി ലൈഫ്. സോ അൺവർത്തി ലൈഫിൽ നിന്നും പുറത്തു വരണമെങ്കിൽ സോക്രട്ടീസ് തന്നിരിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് വി സ്റ്റാർട്ട് എക്സാമിനിങ് അവർ ലൈഫ്. എക്സാമിനിങ് എപ്പോഴും മനസ്സിലാക്കുക, ഇറ്റ്സ് നോട്ട് ജഡ്ജ്മെന്റൽ. നമ്മുടെ ലൈഫിനെ നോക്കിയിട്ട് ഇത് ഇത്രയും ഭാഗങ്ങൾ ശരിയായിരുന്നു, ഇത്രയും ഭാഗങ്ങൾ തെറ്റായി പോയി എന്നുള്ളതല്ല. ഓരോന്നിനും ഒരു ശരിയുണ്ട്. എന്ത് സംഭവിക്കുന്നത്, ഇപ്പൊ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സംഭവിക്കുന്നത് ആ സമയം. കാരണം ഒരുപക്ഷെ ആ സമയം നമുക്ക് അവയർനെസ് ഉണ്ടാവണമെന്നില്ല. സോ നമുക്ക് ആ സമയം അവയർനെസ് ഇല്ലായിരുന്നുവെങ്കിൽ അതിന് അവിടെ ഒരു എന്താ പറയുക ഒരു പർപ്പസ് ഉണ്ടാവും. അപ്പൊ ആ പർപ്പസ് എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് നിങ്ങൾ ചിലപ്പം ടി വിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് ഇപ്പൊ കാണുന്നത്, എനിക്ക് അതിന്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. ബട്ട് ഒരു പയ്യൻ ഇങ്ങനെ ചോക്ലേറ്റോ എന്തോ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മമ്മ സാധനം താഴെ പോകുമ്പോ മോനെ അതൊന്ന് എടുത്തു തരുമോന്ന് ചോദിക്കും. അപ്പൊ ഈ പയ്യൻ എടുത്തു കൊടുക്കില്ല. അപ്പൊ അമ്മമ്മ മുമ്പോട്ട് നടക്കുമ്പോ മേളിലത്തെ ഫ്ലാറ്റിന്റെ മേളിലെ നിലയിൽ ഒരു സാധനം വന്ന് വീഴും. നമ്മുടെ ടി വിയിൽ എപ്പോഴും നടക്കുന്ന ഒരു പരസ്യമാണത്. ആക്ച്വലി അത് ഈ പറഞ്ഞല്ലോ, നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്ത് വേണമെങ്കിൽ ആ പയ്യനെ മടിയനാണെന്നോ ആ പയ്യൻ മോശമാണെന്നോ ഒക്കെ നമുക്ക് പറയാം. ബട്ട് ഓരോന്നിനും ഓരോ കാരണങ്ങളോട് എക്സിസ്റ്റ് ചെയ്യുന്നു. ഒരു ശ്രീരാമൻ ഉണ്ടെങ്കിൽ ഒരു രാവണൻ ഉണ്ടാവും. സോ രാവണനോടൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോന്നിനും ലൈഫിനകത്ത് അത് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഈ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. നമ്മൾ വിക്ടിം എന്ന് പറയുന്നതിനും പെർപെട്രേറ്റർ എന്ന് പറയുന്നതിനും റെസ്ക്യൂർ എന്ന് പറയുന്നതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഈ ലൈഫിൽ ഉണ്ടാവും. നമ്മൾ ഒറ്റയടിക്ക് ഒരു ജഡ്ജ്മെന്റൽ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ദിസ് ഈസ് റൈറ്റ്, ദിസ് ഈസ് റോങ്, ദിസ് ഈസ് ഗുഡ്, ദിസ് ഈസ് ബാഡ്, ഇതിനൊക്കെ അപ്പുറം കുറെ കൂടി ഒരു എലിവേറ്റഡ് സ്പേസിലേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും എവറിത്തിങ് ഹാസ് എ പർപ്പസ്, എവറി മൂവ്മെന്റ് ഹാസ് എ പർപ്പസ്. അതിന്റെ മീനിങ് അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്. അതായത് ഓക്കെ, ബിഫോർ ഷെയറിങ് ദിസ് ഈസ് ട്രൂത്ത്, സീയിങ് ദി ട്രൂത്ത്. സീയിങ് ദി ട്രൂത്ത് ഏറ്റവും രസകരമായിട്ട് പണ്ട് കാലം മുതൽ, കുട്ടിക്കാലം മുതൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ആനയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇൻസ്പയറിങ്ങും എപ്പോഴും രസകരമായി തോന്നിയിട്ടുള്ളതാണ്. അതായത് 4 അന്ധന്മാർ അവർ ആനയെ കാണുമ്പോൾ ഒരാള് തുമ്പിക്കൈ പിടിച്ചിട്ട് പറയും ആനയെന്ന് പറയുന്നത് പാമ്പാണെന്ന് പറയും. ഒരാളെ കാലിൽ പിടിച്ചിട്ട് പറയും ആനയെന്ന് പറയുന്നത് ട്രീ ആണെന്ന് പറയും. വേറൊരാൾ വാലിൽ പിടിച്ചിട്ട് പറയും ആനയെന്ന് പറയുന്നത് ഒരു ചരടാണെന്ന് പറയും. വേറൊരാളെ ചെവി പിടിച്ചിട്ട് പറയും ആനയെന്നുള്ളത് വിശറിയാണ്. ആക്ച്വലി ഈ പറഞ്ഞത് എന്തെങ്കിലും ആനയുണ്ടോ, ഇവിടെ എവിടെയെങ്കിലും ഒരു ആനയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തമാശ ഇതിനകത്ത്. പക്ഷെ ഈ പറഞ്ഞതിലൊന്നും ആനയില്ല. ആനയെ ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. സെയിം തിങ് ഹാപ്പൻ വിത്ത് ലൈഫ്. നമ്മൾ ലൈഫ് എന്താണെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന സമയം ലൈഫ് ഇതാണ്, അത് അന്ധന്മാരെ പോലെയാണ്. നമ്മൾ ഒരൊറ്റ പെർസെപ്ഷനിൽ നിന്നാണ് ലൈഫ് കാണുന്നതെങ്കിൽ, നമ്മുടെ ഒരൊറ്റ ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗങ്ങൾ കാണണ്ടാവുന്നു, നമ്മുടെ ഭാഗത്തെ ഡിനൈ ചെയ്യാന്നല്ല, ചിലർ അങ്ങനെയും ചെയ്യും. മറ്റുള്ളവരുടെ എല്ലാ ഭാഗവും കാണും, പക്ഷെ സ്വന്തം ഭാഗം കാണാൻ പറ്റില്ല. അവനവന്റെ പെർസെപ്ഷനെ വിട്ടിട്ട് ബാക്കിയുള്ളവർ എല്ലാവരുടെ പെർസെപ്ഷനെയും എഗ്രി. സോ അവിടെയും ട്രൂത്ത് ഇല്ല. ട്രൂത്ത് രണ്ടും കാണുന്നതല്ല ട്രൂത്ത്, രണ്ടിന്റെ മുകളിൽ പോകുന്നതാണ് ട്രൂത്ത്. Truth is always a transcendental science, a science which we need to learn to transcend beyond. ശരി തെറ്റുകൾക്ക് അപ്പുറം, നന്മ തിന്മകൾക്ക് അപ്പുറം, നമുക്ക് ഇതിനപ്പുറത്ത് നിന്നിട്ട് ഇതിന്റെ പർപ്പസിനെ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ആക്ച്വലി. സോ അങ്ങനെ ഒരു മെത്തഡോളജി ഉണ്ടെങ്കിൽ മാത്രമേ ട്രൂത്ത് കാണാൻ പറ്റുള്ളൂ. ദാറ്റ്സ് കോൾഡ് സീയിങ് ദി ബിഗ് പിക്ചർ ഓഫ് ലൈഫ്. ബിഗ് പിക്ചർ ഈ ലൈഫിൽ ഇങ്ങനെ വന്നതാണ്. നമ്മൾ ചിലപ്പോൾ പറയും ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ഇപ്പൊ ട്രൂത്തിനെ പറ്റി ഇന്ന് ഞാൻ എടുക്കുന്ന ഈ ടോപ്പിക്ക് ചിലപ്പോൾ മനസ്സിൽ തോന്നും ഈ ടോപ്പിക്ക് ഞാൻ ഒരു 10 വർഷം മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ലൈഫ് എന്തായി പോയതിനെ. ഒന്നും ആവാൻ പോണില്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല, ചിലപ്പം മോശമായി പോയതിനെ. ചിലപ്പോൾ
10 വർഷം മുമ്പ് അങ്ങനെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ. ഇപ്പോഴാണ് ഇത് അറിയേണ്ടത്. ഇപ്പൊ അറിയേണ്ട സമയത്ത് മാത്രമേ എല്ലാം അറിയുന്നുള്ളൂ. ബിക്കോസ് ദാറ്റ് ഇസ് സെറ്റ്. അതിനൊരു സർട്ടൺ സെറ്റിംഗ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോന്നും കൃത്യമായ സമയത്ത്. അവിടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഡയലോഗ് ഉള്ളത്. അതായത് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ, അല്ലെ? നമ്മളെല്ലാരും കേട്ടിട്ടുള്ളതല്ലേ? സോ അതൊരു കറക്റ്റ് മാച്ചിങ് മൂമെന്റ് ആണ്. ഓരോന്ന് വന്ന് വീഴുന്നു. പക്ഷെ ആ സമയം നമ്മൾ അതിനെ കൃത്യമായിട്ട് പിക്ക് ചെയ്യാനും അവിടെ ഒരു അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എപ്പോഴാണോ അത് ഫോളോ ചെയ്യുന്നത് ആ ടൈമിൽ അതിനൊക്കെ ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റുക. ഇവിടെയാണ് പലപ്പോഴും ചലഞ്ച് എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം ചില സമയം ആളുകൾ അൺഅവെയർ ആയി പോകും. നമ്മുടെ ലൈഫിൽ ആ റൈറ്റ് മൊമെന്റിൽ ഇത് വീഴുമ്പോൾ വേറെ എവിടെയെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. സോ ആ സമയം അവിടെ നമുക്ക് ശ്രദ്ധയുണ്ടാകുക. സോ ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ട്രൂത്തിനെ പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട നമ്മുടെ ഏറ്റവും വലിയ ട്രൂത്ത് ആണ് എന്റെ ഇഷ്ടം എന്താണ് ഈ ജീവിതത്തിൽ. എനിക്ക് എന്താ വേണ്ടേ? എനിക്ക് ഈ ജീവിതത്തിൽ നിന്ന് എന്ത് വേണം? നമ്മളെല്ലാരും പറയും എനിക്ക് ഈ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ അറിയണം എന്ന് പറയും, എൻലൈറ്റ്മെന്റ് വേണമെന്ന് പറയും. ചിലർ പറയും എനിക്ക് കാറ് വേണം, വീട് വേണം. പക്ഷെ ഇത് എന്തിനു വേണം? നമുക്ക് എന്തിനാണ് ഓരോന്ന് വേണ്ടത്? നമുക്ക് റിലേഷൻഷിപ്സ് വേണം, നമുക്ക് സോൾ കണക്ഷൻസ് വേണം, നമുക്ക് വീട് വേണം, നമുക്ക് ജോലി വേണം, നമുക്ക് ഇങ്ങനെ പലതും വേണം. നമുക്ക് സ്പിരിച്വൽ അവേക്കനിങ് വേണം, നമുക്ക് കുണ്ടലിനി ഉണരണം, പിന്നെ എന്താണ് ഹിമാലയത്തിൽ പോകണം, കൈലാസത്തിൽ പോകണം, ഒരുപാട് കാര്യങ്ങൾ വേണം. പക്ഷെ ഇതെന്തിനാ വേണ്ടത്? നമുക്കിത് എന്തിനാ വേണ്ടത്? ഇതിന് നമ്മുടെ ഇഷ്ടം എന്താണ്? ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൈ കിട്ടി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് തോന്നുന്നു അയ്യോ എനിക്ക് ഇതല്ലല്ലോ വേണ്ടത്, എനിക്ക് വേറെ എന്തോ ആയിരുന്നു വേണ്ടത്. അതെന്താ ഈ സാധനം? സോ ആക്ച്വലി യെസ്, ഹാപ്പിനെസ് ആൻഡ് പീസ്. വാട്ട് ഈസ് പീസ്? വാട്ട് ഈസ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് ആൻഡ് പീസ് എന്ന് പറയുമ്പോൾ ഏറ്റവും രസകരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ശ്ലോകമാണ് അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ, ഓം ശാന്തി ശാന്തി ശാന്തി. സോ അസതോമ സദ്ഗമയ. അസതോമ, വാട്ട് ഈസ് ലൈഫ്? കള്ളത്തരത്തിൽ നിന്ന് സത്യത്തിലേക്ക് പോവുക, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് പോവുക. തമസോമ ജ്യോതിർഗമയ, ഡാർക്ക്നെസ്സിൽ നിന്ന് ലൈറ്റിലേക്ക് പോവുക. മൃത്യോർമ അമൃതം ഗമയ, നമ്മൾ എന്താണോ മോർട്ടൽ എന്ന് വിശ്വസിക്കുന്നത് ആ മോർട്ടാലിറ്റിയിൽ നിന്ന് നമ്മൾ ഇമ്മോർട്ടാലിറ്റിയിലേക്ക് പോവുക. ഓം ശാന്തി ശാന്തി ശാന്തി. ഇത് പലപ്പോഴും ആളുകൾ കേൾക്കുമ്പോൾ ആളുകൾ ഒറ്റ സൈഡിൽ പോയി നിൽക്കും. സദ്ഗമയ, ജ്യോതിർഗമയ, അമൃതം ഗമയ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പോരായോ? മഹർഷിമാർക്ക് സദ്ഗമയ, ജ്യോതിർഗമയ, അമൃതം ഗമയ, ശാന്തി ശാന്തി ശാന്തി, ഫിനിഷ്. Why they create in this way? Asatoma sadgamaya. The moment you understand your life, you transform. So we need to dig deeper and ready to know our life. We need to dig deeper and ready to see our darkness. We need to dig deeper and see our mortal nature, mortality. നമ്മളിൽ പലതും മരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ? ഇന്നലത്തെ ഇഷ്ടങ്ങളല്ലോ ഇന്നത്തെ ഇഷ്ടം. ചിലപ്പോൾ നമുക്ക് കുട്ടിക്കാലത്ത് നമുക്ക് എന്താ പറയാ അവിയൽ ഭയങ്കര ഇഷ്ടമായിരുന്നായിരിക്കും. പക്ഷെ നമ്മൾ വലുതായതിനു ശേഷം അവിയലിനോട് ഇഷ്ടമല്ല, തോരനോട് ഇഷ്ടമുണ്ട്. ചേഞ്ച് ആയി അല്ലെ? ഇഷ്ടങ്ങൾ ചേഞ്ച് ആയി. ഇറ്റ്സ് എ മോർട്ടാലിറ്റി. ഇമ്മോർട്ടൽ മീൻസ് അത് ചേഞ്ച് ആവുന്നില്ല. ഇപ്പൊ ഇമ്മോർട്ടൽ ആയിട്ട് എന്താ ഉള്ളത്? ഇമ്മോർട്ടൽ ആയിട്ടുള്ളത് അതിനെ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്. വീണ്ടും വീണ്ടും അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. വാട്ട് ഈസ് ഇമ്മോർട്ടൽ ഇൻ us? വാട്ട് ഈസ് അവർ ട്രൂത്ത്? വാട്ട് ഈസ് അവർ ലൈഫ്? ഈസ് അവർ എബിലിറ്റി ടു എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഇഷ്ടമാണ്. മോസ്റ്റ്ലി ആളുകൾ സ്പിരിച്വാലിറ്റിയിൽ ഇറങ്ങുമ്പോൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യുന്നത് എക്സ്പീരിയൻസിന്. ഒന്നിനും എക്സ്പീരിയൻസ് ചെയ്യണ്ട, എല്ലാത്തിൻ്റെ ഒരു ആൻസർ തന്നെ. ആരെങ്കിലും ആൻസർ തന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യണ്ട, ഒന്നും എക്സ്പീരിയൻസ് ചെയ്യണ്ട. ഓക്കെ, ഞാൻ ഇനി സ്പിരിച്വാലിറ്റിയിൽ ഇറങ്ങി, എനിക്ക് ബിട്രയൽ എക്സ്പീരിയൻസ് ചെയ്യണ്ട. ഞാൻ സ്പിരിച്വാലിറ്റിയിൽ ഇറങ്ങിയത് കൊണ്ട് എനിക്ക് ഇനി അബാൻഡൻമെന്റ് എക്സ്പീരിയൻസ് ചെയ്യണ്ട. ഞാൻ ഇനി സ്പിരിച്വാലിറ്റിയിൽ ഇറങ്ങിയത് കൊണ്ട് എനിക്ക് ഇനി ഡിനയൽ എക്സ്പീരിയൻസ് ചെയ്യണ്ട, ലോൺലിനെസ് എക്സ്പീരിയൻസ് ചെയ്യണ്ട. ഐ ഡോണ്ട് വാണ്ട് എക്സ്പീരിയൻസ് this. What happens? Whatever we resist, it all passes. എന്തുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്തുകൂടാ? അതാണ് എന്റെ ചോദ്യം. നമ്മൾ എത്ര സ്പിരിച്വാലിറ്റിയിൽ നിൽക്കണം, നമ്മുടെ തേർഡ് ഐ വിഷൻ ഉണ്ട്, തേർഡ് ഐ നോളജ് വരെ ഉണ്ട്, എന്നാലും നമ്മൾ ഒരാൾക്കൊന്നും കൊണ്ട് പറ്റിച്ചുകൂടാ. പറ്റിച്ചോട്ടെ,
ചിലപ്പോൾ അവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ, അവിടെ ഒരു ഇവോൾവിങ് ഉണ്ടെങ്കിലോ, അവിടെ ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടായാലോ. നമ്മളെ ഒരാളെ ചീത്ത പറഞ്ഞുകൂടാ. ദർ ഇസ് എ സ്റ്റോറി ഓഫ് നാംദേവ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനും ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് ഓർമ്മയില്ല. എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ ആ ഒരു സ്റ്റോറി ഷെയർ ചെയ്യാറുണ്ട്. നാംദേവ് എന്ന് പറഞ്ഞൊരു ഒരു മാസ്റ്ററിന്റെ ഒരു സ്റ്റോറി. ആ മാസ്റ്റർ ഗംഗയെന്ന് കുളിച്ച് കയറുന്നു, ഒരാള് മാസ്റ്ററിന്റെ മേത്തേക്ക് തുപ്പുന്നു, പിന്നെയും കുളിച്ച് കയറുന്നു, പിന്നെയും തുപ്പുന്നു. പക്ഷെ ഈ മാസ്റ്റർ എന്ത് വിചാരിച്ചു? ഈ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു, എന്താ പറയാ, ഗംഗയെ കുളിക്കാൻ 108 പ്രാവശ്യം അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടി. നമ്മളായിരുന്നെങ്കിൽ 2 or 3 പ്രാവശ്യം കഴിയുമ്പോൾ ആ ഇച്ചിരി കർണക്കുറ്റിയൊക്കെ ഒരു അടി കൊടുത്തേനെ അല്ലേ. ബട്ട് നാംദേവ് ഇസ് സച്ച് എ മാസ്റ്റർ. ദാറ്റ് ഈസ് മാസ്റ്റർഷിപ്പ്. എന്നുവെച്ചാൽ ആ മൊമെന്റിൽ എന്താണോ അതിനെ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആ വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു മനസ്സ്, അതിന്റെ ഒരു ഹയർ സ്പേസിലേക്ക് പോകാനുള്ള മനസ്സ്. അതിന്റെ അർത്ഥം ആരെങ്കിലും തല്ലിയാൽ നിന്ന് അടി കൊള്ളണമെന്നല്ല. നമ്മൾ പലപ്പോഴും പറയും, ഓക്കെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഈ കർണത്തടിച്ചാൽ ആ കർണോട് കാണിച്ചു കൊടുക്കാൻ. ഇപ്പൊ ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും മഹാത്മാഗാന്ധിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണ് മറ്റേ കർണം കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ബ്രിട്ടീഷുകാരെ കയറി എന്താ പറയാ നിരങ്ങിയിട്ട് പോയേനെ അല്ലെ, അടിച്ച് കർണം റെഡിയാക്കിയിട്ട് പോയേനെ. ബിക്കോസ് ഇറ്റ്സ് എ കോൺഷ്യസ്നെസ്. അതൊരു അരഗൻസിന്ന് ചെയ്യുന്നതല്ല. അതാ വ്യക്തി ഒരു അരഗൻസിന്ന് അല്ല, ഇതൊരു ട്രൂത്ത് അറിഞ്ഞിട്ടാണ് അത് കാണിച്ചത്. അതൊരു വിക്ടിംഹുഡ് അല്ല, അതൊരു ട്രൂത്ത് മനസ്സിലാക്കിയ ഒരു സ്പേസ് ആണ്. സോ വാട്ട് ഈസ് ട്രൂത്ത്? ട്രൂത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് ആസ്പെക്ട്സ് നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ്. ദർ ആർ 2 types of truth called relative truth and absolute truth. നമ്മളിന്ന് വേൾഡിൽ ഫേസ് ചെയ്യുന്ന പലത് റിലേറ്റീവ് ട്രൂത്ത് ആണ്. നമുക്ക് അറിയേണ്ടത് അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ അബ്സല്യൂട്ട് ട്രൂത്ത് അല്ല, ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന റിലേറ്റീവ് ട്രൂത്ത് അല്ല. ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഐ എം നോട്ട് ഷെയറിംഗ് ദി റിലേറ്റീവ് ട്രൂത്ത് ഓർ അബ്സല്യൂട്ട് ട്രൂത്ത്. ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. നമ്മൾ റിലേറ്റീവ് ട്രൂത്തിൽ ഇരിക്കുന്ന സമയം നമ്മൾ ഭയങ്കര സെൽഫ് അബ്സോർബ്ഡ് ആയിരിക്കും. നമ്മൾ ഭയങ്കര സെൽഫിഷ് ആയി നമുക്ക് ഫീൽ ചെയ്യും. സെൽഫ് ഇമ്പോർട്ടൻസിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല ആ സമയം. നോ മോർ സാറ്റിസ്ഫാക്ഷൻ. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് സെൽഫിഷ്നെസ് ആണ്. അല്ല, നമ്മൾ ഒരു മൊമെന്റ് ജീവിക്കും, ആ മൊമെന്റ് സാറ്റിസ്ഫൈഡ് ആവും, ആ മൊമെന്റ് കംപ്ലീറ്റ് ആവും. റിലേറ്റീവ് ട്രൂത്തിൽ ഇരിക്കുമ്പോൾ സെൽഫിഷ്നെസ്സിൽ ഇരിക്കുന്ന ഒരാള്, സെൽഫ് അബ്സോർപ്ഷനിൽ ഇരിക്കുന്ന ഒരാള് ഒരു മൊമെന്റും കംപ്ലീറ്റ് ചെയ്യില്ല, മൊമെന്റിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നത്തേക്ക് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് പോകും. മൊമെന്റിനെ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കും. ഒരിക്കലും ആ മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്യില്ല. വാട്ട് എവർ ഇറ്റ് ഈസ് അത് അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യില്ല. ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ ഓക്കെ, ഈവൻ പ്ലഷർ ഓർ പെയിൻ. സപ്പോസ് ഇറ്റ്സ് പെയിൻ ആണെങ്കിൽ സെൽഫിഷ് ആയിരിക്കുന്ന ഒരാള്, സെൽഫ് അബ്സോർബ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാള് പെയിനിനെ എപ്പോഴും എസ്കേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കും. പെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കില്ല, പെയിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കില്ല. ഇനി പ്ലഷർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ കോൺഷ്യസ്നെസ്സിന് അറിയാം ഒരു പ്ലഷർ കഴിഞ്ഞാൽ ഒരു പെയിൻ ഉണ്ടാവും. സോ അതുകൊണ്ട് പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യില്ല. സോ നമ്മൾ എപ്പോഴും ഇതിന്റെ പുറകിൽ ഓടിക്കൊണ്ടേയിരിക്കും. സോ വാട്ട് ഈസ് സെൽഫ് ലവ്? സെൽഫ് ലവ് മീൻസ് വി ആർ റെഡി ടു സാറ്റിസ്ഫൈ അവർ സെൽഫ്. സാറ്റിസ്ഫാക്ഷൻ. നമ്മളൊരു ചോക്ലേറ്റ് കഴിക്കുകയാണ്, നമ്മളൊരു ചായ കുടിക്കുകയാണെങ്കിൽ അത് ഫുൾ എവറി ബിറ്റ് എൻജോയ്, എവറി ബിറ്റ് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക, എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുള്ള തിയററ്റിക്കൽ ലോജിക്കലായിട്ട് ആളുകൾ പറഞ്ഞതിൽ സ്റ്റക്കായിരിക്കും. എനിക്ക് ഏറ്റവും വലിയ അതിൽ എന്താ പറയുക ഒരു ആരാധന തോന്നിയിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ. അദ്ദേഹം ഡയബറ്റീസ് ആയിരുന്നു, ഡയബറ്റീസ് പേഷ്യൻ്റ് ഒക്കെ. ബട്ട് അദ്ദേഹം തിയോസഫിയുടെ ഒക്കെ പല ഇതിലായിരുന്നു, ഒരു പൊസിഷനിലായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പായസം കുടിക്കും, അദ്ദേഹത്തിന് ചോക്ലേറ്റ് കഴിക്കാൻ തോന്നി കഴിക്കും, അദ്ദേഹം ലഡ്ഡു കഴിക്കാൻ തോന്നി കഴിക്കും. അദ്ദേഹം ആരെയും അനുസരിക്കില്ല. പക്ഷെ അത് അരഗൻസ് കൊണ്ടല്ല കേട്ടോ, അദ്ദേഹം റെസ്പെക്ട് ഒക്കെ ചെയ്യും. മരുന്ന് കഴിക്കണേ കഴിക്കാം, ഓക്കെ, കഴിക്കണേ കഴിക്കണ്ട. ബട്ട് പുള്ളിയെ സംബന്ധിച്ച സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അവനോട് സെൽഫിനെ സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പൊ ഒരു ഭക്ഷണമാണ്. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇതിലാണ് ഞാൻ ഭക്ഷണം എന്ന് പറയുന്നത്. അത് എല്ലാ ആസ്പെക്റ്റിലും വരും. ഇപ്പൊ ഒരു റീഡിങ് ആവാം, മെഡിറ്റേഷൻ ആവാം. മെഡിറ്റേഷൻ പല ആളുകളും സ്പിരിച്വൽ സയൻസിൽ ഇറങ്ങി കഴിയുമ്പോൾ തൊട്ട് മെഡിറ്റേഷൻ എന്തോ ഒരു വലിയ ഒരു ശിക്ഷ പോലെ ഇരുന്ന് ചെയ്യാറുണ്ട്. മെഡിറ്റേഷൻ ഒരു സമയം രാവിലെ കഷ്ടപ്പെട്ട് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ്, ഇനി എഴുന്നേക്കാൻ തോന്നിയില്ലെങ്കിൽ എഴുന്നേക്കാതിരിക്കുക. എന്തിനാണ്? വൈ യു ആർ കില്ലിങ് യുവർ സെൽഫ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് എൻജോയ് ചെയ്യാനാണ്. ഓക്കെ, അത് എവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും? നേച്ചറിൽ. ഓക്കെ, നേച്ചറിലേക്ക്, നേച്ചറിൽ എവിടെ അത് സാധിക്കും? എത്ര സമയം? അതിനൊരു ടൈം ഫിക്സ് ചെയ്ത് ആ ടൈമിനകത്ത് നോക്കി 1 hour 2 hour ഇതെല്ലാം വിട്ട്
നമ്മൾ നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ടൈം ടു സാറ്റിസ്ഫൈ മൈ സെൽഫ്. ദാറ്റ്സ് എ മെഡിറ്റേഷൻ. ആ സമയം നമ്മൾ നേച്ചറിലായിരിക്കാം, സണ്ണിലായിരിക്കാം, നമ്മൾ ബീച്ചിലായിരിക്കാം, നമ്മൾ എവിടെയാണോ അവിടെ ഇരുന്ന് ആ സമയം ബ്രത്തിനെ ഒന്ന് എൻജോയ് ചെയ്യാനാണ്. ഇതൊരു ടൂൾ ആയിട്ട് എടുത്തിട്ട് ഇതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇതിനെ കാണാൻ പറ്റുന്നില്ലോ, ഇംപ്രസ് വരുമ്പോൾ ഔട്ട്ബ്രത്ത് പോകുന്നു, ഔട്ട്ബ്രത്ത് വരുമ്പോൾ ഇംപ്രസ് പോകുന്നു, ഇതിനിടയ്ക്ക് ഒരു പോസ് ഉണ്ട്, പോസിനെയും കിട്ടണില്ല, ഇതെന്തൊരു ശല്യമാണ് എന്ന് തോന്നിയാൽ ഒരു കാരണവശാലും ആ പണിക്ക് പോലും. കാരണം വെച്ചാൽ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത്. ബട്ട് നമ്മളവിടെ ഇരിക്കുമ്പോൾ ഓക്കെ, ദി ബ്രത്ത് ഈസ് കമ്മിങ്. ഇത് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? നമ്മളൊരു എഫേർട്ട് ഇടാതെ ഒരു ബ്രത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റേയിങ്. നമ്മൾ ഒരു എഫേർട്ട് ഇടുന്നില്ല, നമ്മൾ ഒന്നും പറയുന്നില്ല, അവിടെ ഇരുന്നോളൂ സാറേ എന്ന് പോലും പറയാതെ ആ വ്യക്തി അവിടെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ആ വ്യക്തി എഴുന്നേറ്റ് പോകണം. കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ആ വ്യക്തി പുറത്തോടെ നിൽക്കുകയാണ്. പിന്നെ ഇത് എവിടെയൊക്കെയോ കറങ്ങി യൂണിവേഴ്സിലൊക്കെ പോയി ഇവിടുന്നൊക്കെയോ ടച്ച് ചെയ്ത് ആരുടെയൊക്കെയോ ലങ്സിലൂടെ ഏതൊക്കെയോ പ്ലാന്റ്സിലൂടെ ട്രീസിലൂടെ ഒക്കെ കടന്ന് പിന്നെയും വരികയാണ്. ആക്ച്വലി നമ്മൾ ബ്രത്ത് ഒബ്സർവ് ചെയ്താൽ ആദ്യം നമ്മളിൽ നിന്ന് ഇല്ലാതാകാൻ പോകുന്നത് റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊക്കെ പറയും. ആരുടെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത് അറിയാവോ? നമ്മൾ ഈ പറയുന്നതിലൊക്കെ എന്താ അർത്ഥം? നമ്മൾ ആരുടെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പറയും ആ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ, മുസ്ലിം അടുക്കരുത്, ദൂരേക്ക്, ഓ പാകിസ്ഥാൻ, ഓ ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് ബ്രത്ത് വരുന്നത് പോലും നമുക്കറിഞ്ഞു അല്ലെ? ആരുടെയാ ബ്രത്ത്? ഇറ്റ്സ് എ ട്രാവലിംഗ് യൂണിവേഴ്സൽ എനർജി. സോ ആദ്യം നമ്മുടെ ഡിസ്ക്രിമിനേഷൻ പോവും, then only self-love. Self-love means ready to include everything and everyone as they are. As they are. എന്നുവെച്ചാൽ മോശമാണെങ്കിൽ മോശമാണ്, നല്ലതാണെങ്കിൽ നല്ലതാണ്. അല്ലാതെ മോശത്തെ നല്ലതാക്കിയിട്ടുള്ള ആക്സെപ്റ്റൻസ് ഒന്നുമല്ല. ഇറ്റ് as they are we are embracing. ഇപ്പൊ നമ്മുടെ ഒരു കൊച്ചിച്ചനോ അപ്പൂപ്പനോ അല്ലെങ്കിൽ അമ്മാവനോ ഒരു ആന്റിയോ ആരെങ്കിലും ചിലപ്പോൾ വളരെ അരഗന്റ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ഈഗോസെൻട്രിക് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ മൂശാട്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ നമ്മളവരെ ഇൻക്ലൂഡ് ചെയ്യും. കാരണം വെച്ചാൽ അവർ നമ്മുടെ പാർട്ടായതുകൊണ്ട്. കാരണം ചിലപ്പോൾ അവരുടെ മൂക്കായിരിക്കും എനിക്ക് വിളിക്കുന്നത്, സോ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വഴിയില്ല. സോ ഇറ്റ്സ് ആൻ ഇൻക്ലൂഷൻ that's why we need to understand the greatest truth is love. Love is another greatest truth. ലവിനെ ഡിനേ ചെയ്യുന്ന അവസ്ഥയല്ല. ഞാൻ റീസെന്റ് കൂടി എക്സ്പ്ലോർ ചെയ്ത ഒരു സ്പേസിൽ റിയലൈസ് ചെയ്ത ഒരു കാര്യമാണ്, പലപ്പോഴും എനിക്കറിയില്ല എത്ര പേർക്ക് അതിൽ റെസൊനേറ്റ് ചെയ്യുന്നുള്ളത്. ലവ് ഇസ് സംതിങ് വിച്ച് ഇസ് വീക്ക്. നമ്മുടെ സിനിമയിലാണെങ്കിലും കാണിക്കുന്നത് അങ്ങനെയാണ് അല്ലെ? സ്നേഹിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആ സ്നേഹിക്കുന്ന ആളുകൾ നഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു, സന്തോഷിക്കുന്നു. നമ്മളെല്ലാ സിനിമ ടോപ്പിക്കുകളൊക്കെ എപ്പോഴും ഒബ്സർവ് ചെയ്യാം. ഒരുപാട് സന്തോഷിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ കാര്യം. പക്ഷെ ഇത് എന്തൊരു ബിലീഫാണ്, അത് ഇറ്റ്സ് എ ട്രൂത്ത് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് ട്രൂത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എറ്റേണൽ ആണ്. ലവ് ഇസ് എറ്റേണൽ. ഇപ്പൊ എനിക്ക് തന്നെ എത്രയോ ലൈഫ് ടൈം ആയിട്ട് അറിയുന്നവർ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു, അവരിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി ഈ ലൈഫ് കഴിഞ്ഞാലും അവരോട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? എത്രയോ ജന്മമായിട്ട് അച്ഛനും അമ്മയായിട്ട് വരുന്നു, എത്രയോ ജന്മങ്ങളായിട്ട് ഭാര്യയായിട്ട് വരുന്നു, മക്കളായിട്ട് വരുന്നു, എത്രയോ ജന്മങ്ങളായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് വരുന്നു. ഇറ്റ് ഈസ് എറ്റേണലി എക്സിസ്റ്റിംഗ്. ഓൺലി തിങ് ഈസ് വി ആർ നോട്ട് അവെയർ അബൌട്ട് ഇറ്റ്. നമുക്കറിയില്ല. ഇപ്പൊ ഞാൻ എന്റെ വൈഫ് മോന് ഞങ്ങൾ തന്നെ ഇപ്പൊ എത്രയോ ലൈഫിലായിട്ട് തിരിച്ച് മറിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ ചേട്ടൻ, അങ്ങനെ പലരെയും ഒരു ലൈഫിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ ഒരു ചോദ്യമുള്ളൂ, ഈ ലൈഫിൽ എന്തിനായിരിക്കും അവർ വന്നത്? ഈ ലൈഫിലെങ്കിലും അവരൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അവരുമായിട്ടൊരു മൊമെന്റ് ഉള്ളപ്പോൾ ആ മൊമെന്റിൽ 100% എക്സ്പീരിയൻസ് ചെയ്യാം. ദാറ്റ് ഈസ് ട്രൂ. എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ റെഡി ആവണമെങ്കിൽ നമുക്ക് സെൽഫ് ലവ് ഉണ്ടാവണം. സെൽഫ് ലവ് ഇല്ലാതെ എക്സ്പീരിയൻസ് ചെയ്യാവില്ല. സെക്കൻഡ് തിങ് ഈസ് ലോജിക്കൽ ആൻഡ് ഇല്ലോജിക്കൽ. ദർ ആർ ടു സൈഡ്സ്. വി ആർ സേയിങ് ലോജിക്കൽ. ഇല്ലോജിക്കൽ മീൻസ് ഇല്ലോജിക്കൽ നിന്നിപ്പോ ഞങ്ങൾ രാവിലെ ചായ കുടിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കാണ്. അതായത് പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു, സിനിമ എനിക്ക് ഓർമ്മയില്ല പേര്, സിനിമയുടെ ഒരു പാട്ട് ദമ്മോരദം എന്ന് പറഞ്ഞൊരു പാട്ടുള്ളത്, ഹരേ കൃഷ്ണ ഹരേ രാം എന്ന് പറഞ്ഞൊരു പാട്ട്. സിനിമയുടെ പേര് ഹരേ കൃഷ്ണ ഹരേ രാമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതിൽ ആക്ച്വലി കാണിക്കുന്നത് കഴിഞ്ഞാൽ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് കഞ്ചാവൊക്കെ അടിച്ച് അവിടെ ഒരു മൂലയിൽ ഇരിക്കുന്നതാണ് കൃഷ്ണ കോൺഷ്യസ്നെസ്. ദാറ്റ്സ് എ റോങ് അണ്ടർസ്റ്റാൻഡിങ്. ദാറ്റ്സ് ഇല്ലോജിക്കൽ സെൽഫ്. ഇല്ലോജിക്കലി ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ദാറ്റ്സ് നോട്ട് സ്പിരിച്വാലിറ്റി. ചിലര് ലോജിക്കലി ഒന്നുമില്ല, ഒരു ഡ്രീമില്ല, സ്വപ്നങ്ങളില്ല, ഭയങ്കര സീരിയസ്, എവറി ടൈം സീരിയസ്. മെഡിറ്റേഷൻ പോലും, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം അയ്യോ പേടിയാവും, അയ്യോ ഇയാളുടെ അടുത്ത് എങ്ങനെ മെഡിറ്റേഷൻ ഇരിക്കും, അത് ഭയങ്കര സീരിയസ് ആണ്. സോ that's relative truth. That seriousness is relative truth. Or that flying is also relative truth. ഏത് സമയം ഇപ്പൊ ഡാൻസ്, ഏത് സമയം ഡാൻസ് ചെയ്യാം പറ്റുമോ? ഏത് സമയം പറ്റുമോ? നമുക്ക് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാള് മരിച്ചു കഴിക്കുകയാണ്, ആ സമയം നമുക്ക് ഡാൻസ് ചെയ്യാം. ഓക്കെ, പല റിലീജിയസ്ലി ചില സ്ഥലത്ത് അങ്ങനത്തെയൊക്കെ എന്താ പറയാ ആശയങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ആശയത്തിൽ പോലും അവിടെ ഒരു ഗ്രീഫ് അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഗ്രീവ് ചെയ്യുന്നില്ല എന്ന് അവിടെ പറയാൻ പറ്റില്ല. അവിടെ അല്ലാതെ അവർ ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഒരു ഗ്രീഫ് ഉണ്ട് അവിടെ.
That's natural. Energetical constellation layer naturally certain things exist. Natural certain grief ഉണ്ടാവും. ഇത് നാച്ചുറൽ ആണ്. അതാണ് എന്താ പറയാ ശ്രീരാമൻ പോലും കാണിച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു പോയതെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഹീസ് ക്രൈങ്. അല്ലാതെ ഞാനൊരു വലിയ ഒരു സോളാണ്, ഹയർ സോളാണ്, കോൺഷ്യസ്നെസ് ആണ്, ഞാൻ വന്നിരിക്കുന്ന ഒരു വലിയ പരമാത്മാവിനാണ്, സോ ഞാൻ കരയില്ല എന്നല്ല. അവിടെ അതാണ് അതിന്റെ ധർമ്മം. എക്സാക്ട്ലി ധർമ്മം എന്ന് പറയുന്നത് അവിടെയാണ്. സ്വധർമ്മ ഇസ് കോൾഡ് ദി അബ്സല്യൂട്ട് ട്രൂത്ത്. അതാണ് ഇപ്പൊ പറഞ്ഞ സ്റ്റോറിയിലുള്ളത്. കള്ളനാണെങ്കിൽ കള്ളനായിട്ടിരിക്കുക, സ്വധർമ്മം. ഐൻസ്റ്റീന്റെ ഒരു കോട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു മീനും ഒരു പക്ഷിയും. പക്ഷി മീനിനെ നോക്കിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓ ഈ മീൻ എന്ത് രസത്തിൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുന്നു. മീനാണെങ്കിൽ പക്ഷിയെ നോക്കിയിട്ട്, ഓ ഇത് എന്ത് രസത്തിൽ പറക്കുന്നു, എനിക്കതാവാൻ പറ്റിയില്ലല്ലോ. ഈ സമയം നമ്മൾ സ്വധർമ്മം മറന്നു പോവാണ്. നമ്മുടെ സ്വധർമ്മം എന്താണ്? പക്ഷിയുടെ ധർമ്മം പറക്കുക, പട്ടിയായ കുരയ്ക്കുക, പൂച്ചയായ കരയുക, മ്യാവ് മ്യാവ് മ്യാവ്. ധർമ്മ വി നീഡ് ടു ഫോളോ ഇറ്റ്. നമ്മൾ എന്താണ് സ്വധർമ്മം നമ്മൾ അറിഞ്ഞിരിക്കണം. Then we connect to our a-logical part, that is absolute truth. Absolute truth like a-logical means we embrace the logical and we embrace the illogical. We embrace the spirituality and we embrace the science. Science ne deny the spirituality embrace cheyyunnalla. We need to embrace the east and we need to embrace the west. കാരണം രണ്ടിലും എടുക്കാൻ കുറെ കാര്യങ്ങളുണ്ടാവും. പലപ്പോഴും എന്റെ മാസ്റ്റർ ബ്രഹ്മഋഷി പത്രിജി ഷെയർ ചെയ്യാറുണ്ട്. അതായത് ഒരു തക്കാളി കൈ കിട്ടുകയാണെങ്കിൽ ആ തക്കാളി ചിലപ്പോൾ ഇത്തിരി ഭാഗം ചീഞ്ഞതായിരിക്കും. പക്ഷെ നമ്മൾ കറിക്ക് എന്ത് ചെയ്യും? ചീഞ്ഞ ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കി എടുക്കും. അല്ലാതെ തക്കാളിയെ മൊത്തത്തിൽ എടുത്ത് കളയാറില്ല. സോ ഈ ഒരു ഇത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. എന്ന് എല്ലാത്തിനകത്തും വേണ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് ഈസ് പോവർട്ടി കോൺഷ്യസ്നെസ് ആൻഡ് പ്രോസ്പെരിറ്റി കോൺഷ്യസ്നെസ്. പോവർട്ടി കോൺഷ്യസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യ ചിന്താഗതി. പ്രോസ്പെരിറ്റി കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് സത്യനാരായണ, എഗെയിൻ സത്യം. സത്യനാരായണ മീൻസ് സത്യം, ട്രൂത്ത്. ഇതിനെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ നോളജോ നമ്മുടെ കയ്യിലുള്ള മണിയോ ഒന്നുമല്ല. അബണ്ടൻസിന് ഒരിക്കലും ഡിസൈൻ ചെയ്യുന്ന അങ്ങനെയല്ല. ഇറ്റ്സ് അവർ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ആർ യു പ്രോസ്പെറസ് ഇൻസൈഡ് ഓർ ആർ യു പൂവർ ഇൻസൈഡ്? നമ്മുടെ കയ്യിൽ ഒരു വലിയൊരു BMW ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ദരിദ്രനായിട്ട് ജീവിക്കാൻ പറ്റും. ഇനി നമ്മുടെ കയ്യിൽ ഒരു സൈക്കിളേ ഉള്ളെങ്കിലും നമുക്കുണ്ടെങ്കിൽ പ്രോസ്പെറസ് ആയിട്ട് ജീവിക്കാൻ പറ്റും. അതിന്റെ അർത്ഥം സൈക്കിൾ ഓടുന്ന എല്ലാവരും പ്രോസ്പെറസ് ആണെന്നല്ല. തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും ഇതിനകത്ത്. വണ്ടി ഉള്ളവർ മോശക്കാർ, വണ്ടി അങ്ങനെയല്ല ഇതിന്റെ അർത്ഥം. പ്രോസ്പെരിറ്റി ഇസ് എ ഇന്നർ സ്റ്റേറ്റ്. അവിടെ നമുക്കെന്താ വേണ്ടത്? എനിക്കെന്താ വേണ്ടത്? എനിക്കിപ്പം ഓക്കെ, എനിക്കൊരു സൈക്കിൾ മതിയോ? ഫൈൻ. എനിക്കൊരു കാർ വേണോ? ഓക്കെ ഫൈൻ. എനിക്കൊരു 2000 സ്ക്വയർ ഫീറ്റ് വീടാണോ? ഫൈൻ. ഓ എനിക്കൊരു 100 സ്ക്വയർ ഫീറ്റ് മതിയോ? ഫൈൻ. ബട്ട് എനിക്കെന്താ വേണ്ടത്? ബിക്കോസ് അവിടെയാണ് ഏറ്റവും രസകരമായി ഞാൻ വായിച്ചിട്ടുള്ള ബുക്കിൽ, അതായത് യോഗാനന്ദ പരമഹംസയുടെ ഓട്ടോബയോഗ്രഫി യോഗി എന്ന ബുക്കില് ലാഹിരി മഹർഷിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, എക്സ്പീരിയൻസ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമാണ് പാലസിൽ ജീവിക്കാൻ. പക്ഷെ ഇത് സാധിക്കാത്തതുകൊണ്ട് എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സ്പേസ് അപ്പുറത്ത് പോകാൻ പറ്റുന്നുണ്ട്. ഈ സ്പേസിൽ കിടന്ന് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ഗ്രന്ഥിക്ക് അപ്പുറത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. സോ വാട്ട് അവതാർ ബാബാജി, അദ്ദേഹത്തിന്റെ മാസ്റ്ററായ അവതാർ ബാബാജി ചെയ്തത്, he created an astral palace. It's really feel like a physical palace. Physical palace feel ചെയ്യുന്നു because he is a Siddha. അവർക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ അത് എക്സ്പീരിയൻസ് ചെയ്തൊരു 1 ഡേ ആ പാലസ് മുഴുവൻ ലാഹിരി മഹർഷിയെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് തൃപ്തി വന്നിട്ടാണ് അദ്ദേഹം സ്റ്റെപ്പ് ക്രോസ് ചെയ്തത്. സോ തൃപ്തി, ദാറ്റ് ഈസ് അബ്സല്യൂട്ട് ട്രൂത്ത്. തൃപ്തിക്കില്ലാതെ എന്തെങ്കിലും ചെയ്ത് കാര്യമില്ല. ചില ആളുകൾ ഷെയറിംഗ് എന്ന് പറയും, കയ്യിലുള്ള എല്ലായിടത്തും ആർക്കെങ്കിലും ഷെയർ ചെയ്യും, എന്നിട്ട് അവനവൻ്റെ ഉള്ളിൽ ലാക്കിൽ കഴിക്കും. അയ്യോ ഐ ആം പുവർ മീ, ലിറ്റിൽ മീ, ലാക്ക്. നോ, തൃപ്തി. പക്ഷെ അതിൽ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ഗിൽറ്റ് കോൺഷ്യസ്നെസ് കണ്ടെന്നിരിക്കും. ചിലപ്പോൾ നമുക്ക് ആ ഗിൽറ്റ് കോൺഷ്യസ്നെസ്സിനെ മാറ്റേണ്ടി വരും. കണ്ടാൽ അതിനെ മാറ്റുക. അല്ലാതെ ഗിൽറ്റ് കോൺഷ്യസ്നെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലും വറീഡായിരിക്കുന്ന അവസ്ഥയല്ല. വറീഡായിരിക്കുന്നത് റിലേറ്റീവ് ട്രൂത്ത് ആണ്. അബ്സല്യൂട്ട് ട്രൂത്ത് മീൻസ് വി ക്യാൻ ചേഞ്ച്. അബ്സല്യൂട്ട്ലി ദിസ് ഇസ് നോട്ട് ദി ട്രൂത്ത്. അബ്സല്യൂട്ട്ലി നമ്മളുടെ ഫിയർ എന്ന് പറയുന്നത് എന്നും ഫിയർ അല്ല. അബ്സല്യൂട്ട്ലി നമുക്ക് ഗിൽറ്റ് എന്ന് പറയുന്നത് എന്നും ഈ ഗിൽറ്റ് അല്ല. ഷെയിം എന്നും ഈ ഷെയിം അല്ല. ഗ്രീഫ് എന്നും അല്ല. പല ആളുകളും റിലേറ്റീവ് ട്രൂത്തിലെ അബ്സല്യൂട്ട് ആയിട്ട് മനസ്സിലാക്കുമ്പോൾ ഓക്കെ എനിക്ക് ഒരാൾ നഷ്ടപ്പെട്ടു, ഐ ആം ഇൻ ഗ്രീഫ്. നമ്മൾ ആ ഗ്രീഫിൽ ശക്തമായി നിൽക്കും റിലേറ്റീവ്ലി. ബട്ട് അബ്സല്യൂട്ട് ട്രൂത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യാം, നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാം. നമ്മുടെ ഇഷ്ടങ്ങൾ മാറാം, സ്നേഹങ്ങൾ മാറാം, എല്ലാം മാറാം, എന്തും ചേഞ്ച് ആവും. ആ ചേഞ്ച് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് ട്രൂത്ത്. എവറിത്തിങ് ഈസ് ചേഞ്ചിങ്. ദാറ്റ് ഈസ് അൺസർട്ടണിറ്റി. വി നീഡ് ടു എംബ്രേസ് ദി അൺസർട്ടണിറ്റി. അല്ലെങ്കിൽ എപ്പോഴും ഫിയർ ഓഫ് അൺസർട്ടണിറ്റി.
ഇതെല്ലാം മാറിപ്പോകും. അയ്യോ ഞാൻ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, പഠിച്ചൊരു ഡോക്ടറായി, നമ്മൾ ഡോക്ടറായി സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് വരുന്ന സമയമായിരിക്കും ഡോക്ടറിനോട് യാതൊരു സ്കോപ്പും ഇല്ല. ആ സിസ്റ്റമേ അങ്ങ് മാറി. അസുഖമില്ലാതായ എന്ത് ചെയ്യും ആളുകൾക്ക്? തീർന്നില്ല, ഫിനിഷ്, ഡോക്ടർ തീർന്നു. അപ്പൊ എന്ത് ചെയ്യും? ചേഞ്ച്. അതിന്റെ അർത്ഥം ഡോക്ടർ അതുവരെ പഠിച്ചതിനെ എല്ലാം പഴി പറഞ്ഞ്, വീട്ടുകാരെ തെറി പറഞ്ഞ്, നാട്ടുകാരെ ചീത്ത വിളിച്ച്, ആ കോഴ്സ് ഉണ്ടാക്കിയവരെ ബ്ലെയിം ചെയ്ത നമ്മൾ രക്ഷപ്പെടും ഇല്ല. വാട്ട് വി എക്സ്പീരിയൻസ്. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണെങ്കിൽ, ആ MBBS പഠിക്കാൻ കോളേജിൽ പോയ ഓരോ ദിവസവും ആ വ്യക്തി എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് വാവ്, ഓക്കെ, I experience, then I am ready to change, then I am ready to go. അവിടെ ആക്ച്വലി പലപ്പോഴും ബിട്രയൽ അല്ലെങ്കിൽ അബാൻഡൻമെന്റ് എന്ന് പറയുന്ന പല ഇഷ്യൂസ് പോലും അവിടെ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. വെൻ യു എക്സ്പീരിയൻസ് സർട്ടൺ തിങ്സ് കംപ്ലീറ്റ്ലി, then we need to റിലേറ്റീവ് ട്രൂത്തിൽ എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു നേച്ചർ എന്ന് പറയുന്നത് ഹീറോ ടു സീറോ ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ വിചാരം നമ്മൾ എപ്പോഴും ഒരു ഹീറോ ആണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും സീറോ, എന്തെങ്കിലും കുറച്ച് അറിവ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഓക്കെ ഐ ആം എ ഹീറോ. സോ എപ്പോഴാണ് നമുക്ക് ഹീറോ തോന്നുന്നത്? സീറോ ഈസ് there. The moment you feel you are rise, the fall is there. Better is I am in fall, I don't know, I am in zero, absolute nothing, absolute shunya. So every moment is a hero moment. Always hero, always be happy, in further always hero state. Otherwise relatively we become sorrowful living person, all the time sorrow. ആരാണ് ഫ്രണ്ട്? സാഡ്നസ് ഈസ് എ ഫ്രണ്ട്. ഹാപ്പിനെസ് സാഡ്നസ് ആണല്ലോ. Soulful living is an embracing of both sadness and happiness. Sadness is there, okay. സ്പിരിച്വാലിറ്റിയിൽ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ സ്പിരിച്വൽ സയൻസിൽ വന്നു, 2 ദിവസം മെഡിറ്റേഷൻ ചെയ്തു. പണ്ട് എനിക്ക് യോഗയ്ക്ക് വന്ന സമയത്ത്, എനിക്ക് പനി വന്ന സമയത്ത് എന്റെ റിലേറ്റീവ്സും എന്റെ ചില ഫ്രണ്ട്സും പറഞ്ഞു, നീ യോഗയ്ക്ക് പോയിട്ട് പനി വന്നോ? അതെങ്ങനെ ശരിയോ? എന്താ യോഗയ്ക്ക് പോയ പനി വന്നൂടെ? പക്ഷെ ആക്ച്വലി ഞാൻ യോഗയ്ക്ക് പോയോണ്ടാ പനി വന്നത് എനിക്കന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ മെനി സിസ്റ്റംസ് ആർ ചേഞ്ചിങ് ഇൻസൈഡ്. ടെമ്പറേച്ചർ കൂടി, അകത്ത് പല കാര്യങ്ങൾ മാറി, അപ്പൊ പനി വന്നു. പനി മാറിയതോടുകൂടി ഈവൻ എന്റെ ഫ്ലെക്സിബിലിറ്റി റേഞ്ച് വരെ മാറിപ്പോയി. ആ ഒരൊറ്റ പനി. ഫസ്റ്റ് വീക്ക് പോയി, സെക്കൻഡ് വീക്ക് ഫുൾ പനി, തേർഡ് വീക്കിൽ ഞാൻ ഫസ്റ്റ് വീക്കിൽ പോയപ്പോ എന്തൊക്കെ ചെയ്യാൻ പറ്റാതിരുന്നോ അതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റി. ദാറ്റ്സ് എ മാജിക്. പക്ഷെ നമ്മൾ ഈ കൺസെപ്റ്റിൽ വെച്ചിരിക്കുകയാണെങ്കിൽ സ്പിരിച്വാലിറ്റി ഒന്നും എങ്ങനെ വരും, അത് ഇങ്ങനെ ആവാമോ? നോ. ദെൻ സോറോഫുൾ ലിവിങ്, ഓൾ ദി ടൈം സോറോ. സോൾഫുൾ ലിവിങ്, സോൾഫുള്ളി വി അക്സെപ്റ്റ് and we fear death. Why we fear death? Because we fear life. നമ്മൾ ജീവിക്കുന്നില്ല. ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ രാവിലെ ഡെത്ത് മുമ്പിൽ വന്നു, യെസ് ഡിയർ ഫ്രണ്ട്, യെസ് കം ഓൺ. When you are living satisfied with your life, നമ്മൾ ഓരോ മൂമെന്റിലും വന്നാൽ yes I am ready to come. Otherwise audio so art of dying means art of living. That means ready to live each and every moment with full of satisfaction. Another thing, these are called, ഞാൻ ഇനി ഷെയർ ചെയ്യുന്നതാണ് certain absolute truth. ആരുടെയോ ഓഡിയോ ഇടയ്ക്കിടയ്ക്ക് ഓൺ ആവുന്നുണ്ട്, ദയവ് ചെയ്തത് മ്യൂട്ടിലിടുക. അതാണ് അബ്സല്യൂട്ട് ട്രൂത്ത്. മ്യൂട്ട് ചെയ്യുക, ദാറ്റ്സ് അബ്സല്യൂട്ട് ട്രൂത്ത്. റിലേറ്റീവ്ലി ഇടയ്ക്കിടയ്ക്ക് അത് ഓൺ ആവുന്നുണ്ട്. സോ അബ്സല്യൂട്ട്ലി അതിനൊന്ന് മ്യൂട്ട് ചെയ്തേക്കാം. ഓക്കെ. So first thing is, first absolute truth is, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് അബ്സല്യൂട്ട് ട്രൂത്ത് ഉണ്ട്, ബട്ട് അതിൽ കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് പവർ ടു ക്രിയേറ്റ്. നമ്മളത് 22 സോൾ ലെസൺസിൽ നമ്മൾ പഠിക്കുന്നതാണ്. ക്രിയേഷൻ ബിഗിൻസ് വിത്ത് തോട്ട്സ്. സോ പവർ ടു ക്രിയേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളൊരു ഹീലറിന്റെ അടുത്തോ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്തോ ചെല്ലുമ്പോൾ നിങ്ങളുടെ പ്രോബ്ലം ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം, വൈ യു ക്രിയേറ്റ് ദിസ്? എനിക്ക് പറയാനുള്ളത് ഇൻക്ലൂഡിങ് മീ, ചൊറിഞ്ഞ് വരും അല്ലേ കേട്ട് കഴിഞ്ഞാൽ, ദേഷ്യം വരും അല്ലേ ആ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ. ഇതെന്തിനാ ക്രിയേറ്റ് ചെയ്യുക? നമ്മൾ ഭയങ്കര സങ്കടത്തോട് കൂടി ഒരു പ്രശ്നമൊക്കെ പോയി പറയുമ്പോൾ ആളുകൾ പറയുകയാണ്, ഇത് നിങ്ങൾ എന്തിനാ ക്രിയേറ്റ് ചെയ്തത്? ആ സമയമുണ്ടല്ലോ ആ തെറാപ്പിസ്റ്റിനെ പിടിച്ച് കൊലിച്ചിരുത്തി 2 ഇടി ഇടിക്കാൻ തോന്നും. പക്ഷേ it's an absolute truth. So we need to embrace first our relative truth, that is called asatoma sadgamaya. What is asatyam? അസത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും, നമുക്ക് ഇറിറ്റേഷൻ വരും, നമുക്ക് അസ്വസ്ഥവും. നമ്മളാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സൗകര്യമില്ല. അതാണ് നമ്മുടെ റിലേറ്റീവ് ട്രൂത്ത്. സൗകര്യമുണ്ടോ? നമ്മളാണ് ഈ ലൈഫ് ക്രിയേറ്റ് ചെയ്തത്, നമ്മളാണ് ഈ ലൈഫിനെ ഇത്ര മെസ് ആക്കിയത്, നമ്മളാണ് ഈ ലൈഫിൽ ഈ സഫറിങ് ഉണ്ടാക്കിയതെന്ന് ഏത് വലിയ കൊടിക്കൊത്ത മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്.
സത്യസന്ധമായി പറഞ്ഞ തയ്യാറാണ്. ഈ സത്യത്തെ അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ അബ്സല്യൂട്ട് ട്രൂത്തിലേക്ക് പോകും. അപ്പൊ അതിനാണ് നമുക്കൊരു കറേജ് വേണ്ടത്. പലപ്പോഴും തോറ്റും മാസ്റ്റേഴ്സ് ആരെങ്കിലും പറയാണ് ഓക്കെ വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി, വണ്ടർഫുൾ വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി, നമ്മൾ കൈയടിച്ച്. അടുത്ത ദിവസം നിങ്ങളുടെ സ്പൗസ് വന്ന് നിങ്ങളുടെ കർണക്കുറ്റിയൊക്കെ ഒരൊറ്റ അടി അടിച്ചു. ആ സമയവും അതേ മാസ്റ്റേഴ്സിന്റെ അതേ എൻകറേജ്മെന്റിൽ വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി എന്ന് കൈയടിക്കാത്തതാ കരയും, അസ്വസ്ഥോ, ദേഷ്യം വരും. ബിക്കോസ് അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്, ബട്ട് റിലേറ്റീവ് ഒരു ട്രൂത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. We need to embrace our relative truth first. അതുകൊണ്ടാണ് അസതോമ സദ്ഗമയ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ സദ്ഗമയ 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 എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാ വെറുതെ ഒരു വാക്കുകളും അല്ലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെറുതെ അവരുടെ എനർജി അല്ലേ, അത്രയും ഭാഗത്ത് സൈലൻസ് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ അസത്യം എന്താണോ അത് അറിയണം. ദാറ്റ് ഇസ് കോൾഡ് മോർ യു റെഡി ടു എംബ്രേസ് ദി മഡ്, മോർ യു ക്യാൻ എംബ്രേസ് ദി ലോട്ടർ, more you can understand what is divine. അപ്പോൾ നമ്മുടെ ഡിവൈനിറ്റി ഇല്ലാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. വെറുതെ ക്രിയേഷൻ മാത്രമാണോ? ആ ക്രിയേഷൻ മാത്രമാണെങ്കിലും അല്ല, കോ ക്രിയേഷനും കൂടിയാണ്. എന്നുവെച്ചാൽ നമ്മൾ ടെലിപ്പത്തിക്കലി ഓരോരുത്തരോട് മെസ്സേജ് സെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നെ ഇങ്ങനെ ചെയ്യുക, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നെ ഇങ്ങനെ ചെയ്യുക, എന്നെ ഇങ്ങനെ ട്രിഗർ ചെയ്യുക. ഇറ്റ്സ് എ സ്ക്രിപ്റ്റ്. ഇങ്ങനെ പട്ടപ്പെട്ടാണ്. നിങ്ങൾ ചിലപ്പോൾ ഫിലിം സെറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അത് എക്സ്പീരിയൻസ് ഉണ്ടാവും. ചില ആളുകൾ കഥ എഴുതും, ഒരു 1 ലൈൻ എഴുതും, അതിന് സ്ക്രിപ്റ്റ് ഉണ്ടാവും. പക്ഷെ ഫിലിം സെറ്റിൽ വെച്ച് ഇവര് സ്പോണ്ടേനിയസ്ലി സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യും, സ്ക്രിപ്റ്റ് മാറ്റും. ഈ സ്പോണ്ടേനിയസ് സ്ക്രിപ്റ്റ് ചേഞ്ചിങ് ആണ് നമ്മുടെ ഇവിടുത്തെ ഫ്രീ വിൽ എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ പ്ലാൻ നമ്മുടെ ഉള്ളിലുണ്ട്, ഇതിങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ലീപ്പ് എടുക്കും. ലീപ്പ് എടുക്കുമ്പോൾ ഈ പ്ലാൻ സഡൻലി ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും ലീപ്പിന് വേണ്ടി. ആ സമയം നമ്മൾ ചുറ്റും അപ്പുറത്തിപ്പുറത്തൊക്കെ ഉള്ളവർക്ക് ടെലിപ്പതിക്കലി മെസ്സേജ് അയക്കും, ഓക്കെ നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ആഡ് ചെയ്ത് തരിക, ഇങ്ങനെ 2 വാക്ക് പറയുക, ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുക, ഇങ്ങനെ എന്നെ ഇൻസ്പയർ ചെയ്യുക. എവറിത്തിങ് വി ആർ സെറ്റിംഗ് ടു അവർ ടെലിപ്പതിക്കൽ ലാംഗ്വേജ്. പക്ഷെ നമ്മളറിയാറില്ല, വി ആർ അൺഅവെയർ. അത് മാത്രമുള്ള ഒരു സങ്കടം. സോ അവിടെ എന്താണ്? ഫസ്റ്റ് വി നീഡ് ടു അക്സെപ്റ്റ് യുവർ ഡാർക്ക്നെസ്. ദാറ്റ് ഈസ് ഡാർക്ക്നെസ്. വാട്ട് ഈസ് അവർ ഡാർക്ക്നെസ്? ഐ ഡോണ്ട് നോ. എനിക്കൊന്നും അറിയാൻ മേല. അറിയോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവോ? എവറി പ്രീ പ്ലാൻ അറിയാവോ? എല്ലാ പ്രീ ബർത്ത് പ്ലാന്, എന്റെ ജനനം, എന്റെ എല്ലാ പ്ലാൻ, എവറിത്തിങ്, ഈവൻ ഇൻക്ലൂഡിങ് എൻലൈറ്റൻഡ് മാസ്റ്റേഴ്സിന് പോലും അത് ചിലപ്പോൾ മിസ് ആവുന്നതാണ് അവർ ഷെയർ ചെയ്യുന്നത്. എനിക്കറിയില്ല, ഞാൻ എൻലൈറ്റൻഡ് അല്ലാത്തത് എനിക്കറിയില്ല. മേ ബി അവർ അങ്ങനെയും പറയാറുണ്ട്. അവർക്ക് ഒരു ചിലപ്പോൾ അത് മിസ്സായി പോകും, ചില മെമ്മറീസ് ഒക്കെ പോകും. ബിക്കോസ് ഇൻ ദി എർത്ത് there is a relative truth existing is called amnesia. മറന്നു നമ്മൾ പലത്. സോ അതുതന്നെ നമ്മൾ പലരോടും പറയേണ്ടി വരും. ഞാനിപ്പോ ഇതൊക്കെ പറയാണ്, നാളെ ദേവിയത് എന്നെ ഒന്ന് ഓർമ്മിക്കണം കേട്ടോ. ചിലപ്പോൾ നാളെ ഇതൊക്കെ ഞാൻ മറന്നു, ഇന്നിപ്പോ ഞാൻ പറയും പവർ ടു ക്രിയേറ്റ്, നാളെ എന്റെ ഒരു പ്രശ്നം തിരിയുമ്പോൾ ഞാൻ ഇതെല്ലാം മറന്നു, അയ്യോ ഇതെങ്ങനെ ശരിയാവും? ആ സമയം നിങ്ങൾ ഒന്ന് പറയാ അന്ന് പറഞ്ഞതാണ്. അതായത് വൈ യു ക്രിയേറ്റ് ചോദിക്കരുത്, ഇടി കിട്ടും അല്ലേ? So accept that relative truth is very important. Second point, that's important to power of creation, power of co-creation. നമ്മൾ ഓരോരുത്തരും co-create ചെയ്യുന്നത്. ഓരോരുത്തരും ഒരു എനർജി കോൺസ്റ്റലേഷനിലാണ് ജീവിക്കുന്നത്. ഒരാൾ ഇപ്പുറത്തേക്കാണ്, ഒരാൾ അപ്പുറത്തേക്കാണെങ്കിൽ ഇതിന്റെ ഇടയിൽ ഒരു എനർജി അലൈൻമെന്റ് മൂവ് ചെയ്യും. ഈ എനർജി അലൈൻമെന്റ്, സോ നിങ്ങളിൽ പലരുടെ ഉള്ളിൽ ഇപ്പൊ കിടക്കുന്ന ഒരു ചോദ്യം, ഒരു 7 ദിവസം ഞാൻ സൈലൻസിൽ പോയിട്ട് അതിനെപ്പറ്റി ഒരു ദിവസം പറയുന്നില്ല അല്ലേ? ഈ ചോദ്യത്തിന് ഈ ട്രൂത്ത് ആണ് ആക്ച്വലി. സൈലൻസിലൂടെ ആക്ച്വലി വാട്ട് ഐ experience lot of my own darkness, my own അസത്യം, ഇമ്മോർട്ടാലിറ്റി, അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്തോ അതിന്റെ അപ്പുറം എക്സ്പീരിയൻസ് ചെയ്തു. വേറൊരു എക്സ്പീരിയൻസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാലാണ് എൻ്റെ 1 വയസ്സിന് മുമ്പുള്ള ഒരു ചൈൽഡിനെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത്. ദാറ്റ്സ് എ ഗ്രേറ്റ് മൊമെന്റ്. ആ ചൈൽഡ് എനർജി ഒരുപക്ഷെ എന്റെ സൈലൻസ് കഴിഞ്ഞ സമയത്ത് ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഒരു തരം ചൈൽഡിന്റെ ഒരു തരം സുഖേടിലായിരുന്നു ഞാൻ. ആ ഒരു എനർജിയിലായിരുന്നു, ആ ഒരു പിരിവിരിക്കലായിരുന്നു. ദാറ്റ്സ് വാട്ട് ഐ എക്സ്പീരിയൻസ്. ഇപ്പോഴതൊന്നും എനിക്കറിയില്ല. ഇനിവേ, സോ അങ്ങനെ ഒരുപാട് പൊക്കൊണ്ടിരിക്കുന്ന വഴിയിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഷെയർ ചെയ്യാം. പല ഡയമെൻഷൻ, പല ട്രാവൽ. റിയലി ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ്. എനിക്ക് തോന്നി 7 ദിവസം പോരാ, പറ്റിയാൽ ഒരു 21 days എടുക്കണം എന്നുള്ളൊരു ഫീലിലാണ്. ബട്ട് അതിന് മെസ്സേജ് വരുമ്പോൾ തീർച്ചയായിട്ടും എടുക്കും. ബട്ട് ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. എല്ലാവരോടും ഞാൻ പറയും അറ്റ്ലീസ്റ്റ് ഒരു 7 days സൈലൻസിൽ പോവുക. ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്.
then we realize we are creators. We are creating our own reality. പക്ഷെ still there is a relative truth. ആ relative truth ചില സമയം നമ്മളെ അതിനെ embrace ചെയ്യാൻ accept ചെയ്യില്ല. Power of choice, that's another reality. Choice എന്ന് പറയുമ്പോൾ ഒരു ചോയ്സോ രണ്ട് ചോയ്സോ ഒന്നുമല്ല, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഒരുപാട് ചോയ്സസ് ഉണ്ട്. ഈ ഒരുപാട് ചോയ്സസ് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്നത്. ഇതിൽ ഏത് ചോയ്സ് എടുക്കും? അതിനൊറ്റ വഴിയേ ഉള്ളൂ. വി നീഡ് ടു കണക്ട് ടു അവർ ഹയർ ഡിവൈൻ. അതിനാണ് നമ്മുടെ ക്രിയേഷൻ പോയിന്റിലേക്ക് ക്രിയേറ്ററുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ രസകരമായിട്ട് കണ്ട ഒരു 2 ലൈഫ് ടൈം ആണ് ഈ സൈലൻസിൽ പോയ സമയത്ത് ഇപ്പൊ പറഞ്ഞ് ഓർമ്മ വന്നത് പറയാം. അതായത് 2 ലൈഫ് ടൈമിൽ ആക്ച്വലി ഐ ആം ഡൈയിങ് ഇൻ എന്താ പറയുക ഒരു എർത്ത്ക്വേക്കിലാണ് മരിക്കുന്നത്. എവിടെയോ സംഭവിച്ച ഒരു എർത്ത്ക്വേക്കിലാണ്. ഒരു ലൈഫിൽ ആക്ച്വലി എർത്ത്ക്വേക്ക് സമയത്ത് 2 ലൈഫിൽ ആക്ച്വലി എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. ഒരു കുട്ടിയാണ്, ഒരു ഓൾമോസ്റ്റ് ഒരു 10 to 15 ഇയേഴ്സിനകത്ത് മാത്രമേ പ്രായമുള്ളൂ. 2 സമയത്ത് ഇതുപോലെ എന്താ പറയുക ഒരു പിറ്റിലോ ട്രാപ്പിൽ പെട്ടിട്ടാണ് മരിക്കുന്നത്. ഈ ട്രാപ്പിൽ ഒരു ലൈഫിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, ഊമയാണ്. അപ്പൊ അവിടെ കിടന്ന് ഞാൻ കൈയും കാലും ഒക്കെ അടിച്ച ആളുകളെ അറിയിക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല, മരിക്കുന്നു. സോ ദാറ്റ് ടൈം ഐ റിയലൈസ് ഇൻ ദാറ്റ് ഡെത്ത് സ്റ്റേറ്റിൽ ഞാൻ ഫീൽ ചെയ്യുന്നു, എനിക്ക് സംസാരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ മരിച്ചത്. കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയത്. അങ്ങനെ ഒരു ഫീലിലാണ് ഞാൻ മരിച്ചത്. സ്പോണ്ടേനിയസ്ലി ഐ കം ഇമ്മീഡിയറ്റ്ലി ഇതില്ല നെക്സ്റ്റ് ലൈഫിലും എഗെയിൻ എനിക്ക് നല്ല സംസാരിക്കാൻ കഴിവുണ്ട്, കൺവിൻസ് ചെയ്യാൻ കഴിവുണ്ട്, ആളുകളെ വിളിച്ചു കൂട്ടാനുള്ള കഴിവുണ്ട്, അലറാനുള്ള കഴിവുണ്ട്, എല്ലാ കഴിവുണ്ട്. പക്ഷെ ആ ലൈഫിൽ ഞാൻ മരിക്കുന്നത് ട്രാക്കിലാണ്. ദാറ്റ് ടൈം ഐ റിയലൈസ് ഞാൻ വിളിക്കേണ്ടത് ആളുകളെ മാത്രമൊന്നുമല്ല, ഐ നീഡ് ടു കോൾ ദി ക്രിയേറ്റർ. ദാറ്റ്സ് എ മെസ്സേജ് അയക്കാം ആ ലൈഫിൽ. ഞാൻ ക്രിയേറ്ററെ കൂടി ഒന്ന് വിളിക്കണം. എന്നെ ക്രിയേറ്റ് ചെയ്ത ആളുടെ ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കുന്നില്ല. കാരണം അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ ചാനൽ ചെയ്യുന്നത് ഈ വ്യക്തിയിലേക്ക്. ഞാൻ ക്രിയേറ്ററോട് സംസാരിക്കാതെ ഓക്കെ ഇവിടെയുള്ള ആളുകളോട് മാത്രമേ സംസാരിക്കുള്ളൂ. ക്രിയേറ്ററെ ഡിനൈ ചെയ്യണം. ഓക്കെ, ഐ എം എ ഡിവൈൻ ഇമോർട്ടൽ ബീയിങ്, ദേ ആർ ഓൾസോ ഡിവൈൻ ഇമോർട്ടൽ ബീയിങ്, ബട്ട് സ്റ്റിൽ ഈ ഡിവൈൻ ഇമോർട്ടൽ ബീയിങ്ങിനെ കണക്ട് ചെയ്യുന്ന ഒരു ത്രെഡ് ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് ഞാൻ കണക്ട് ചെയ്യണം. പക്ഷെ ആ 2 ലൈഫിലും ഞാൻ ആ സ്പേസിൽ കണക്ട് ചെയ്യുന്നില്ല. 2 ലൈഫിലും ചുറ്റുമുള്ള ആളുകളെ കിടന്ന് അലമുറയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ വരുന്നുമില്ല. സോ പവർ ഓഫ് ചോയ്സ് പ്രാക്ടീസ് ചെയ്യണം. വി നീഡ് ടു കണക്ട് ടു അവർ ക്രിയേറ്റർ സ്പേസ്. ക്രിയേറ്റർ സ്പേസിലേക്ക് കണക്ട് ചെയ്യാൻ നമ്മൾ റെഡി ആവുമ്പോൾ തൊട്ടാണ് നമ്മൾ നമ്മുടേതായ മാസ്റ്റേഴ്സ്, ഗൈഡ്സ്, നമ്മുടെ തന്നെ സോളിന്റെ, അതായത് നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ നമുക്കൊരു സോളുണ്ട്, പക്ഷെ നമ്മുടെ സോളിന്റെ ഒരു പർട്ടിക്കുലർ എനർജി മാത്രമാണ് ഈ ലൈഫിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 100% എനർജി കൊണ്ടല്ല നമ്മളോട് വന്നിരിക്കുന്നത്. 100% എനർജി കൊണ്ടുവന്ന ഇതുപോലെ ഇരുന്ന് വെബിനാർ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇറ്റ്സ് അമേസിങ് എനർജി ആയിരിക്കും. അടങ്ങിയിരിക്കാൻ തന്നെ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയും സോൾ എനർജിയെ കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു 20 to 30% എനർജി മാത്രമാണ് സോളിന്റെ ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നത്. ബാക്കി ഒരു 70% എനർജി എക്സ്റ്റേണൽ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യാണ്. സോ ആ എക്സ്റ്റേണൽ സ്പേസിലേക്ക് പോകുമ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു അപൂർണത ഇവിടെ ഫീൽ ചെയ്യുന്നത്. പൂർണ്ണമാവണമെങ്കിൽ നമ്മൾ ആ 70% എനർജി ആയിട്ട് നമുക്കൊരു കോൺടാക്ട് ഉണ്ടാവണം, നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. സോ അതിന് മെഡിറ്റേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആ എനർജി ആയിട്ട് എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, കോൺടാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അതുമായിട്ട് വരുന്ന നമ്മുടെ പല കണക്ഷൻസുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ, പല ബന്ധങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മുടെ നിയർ ബൈ സോൾ കണക്ഷൻസ് തിരിച്ചറിയുമ്പോൾ ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് എനർജിയാണ്. സോ ആ സമയം നമുക്ക് നമ്മുടെ ചോയ്സ് മനസ്സിലാവും. ഞാൻ എന്താണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത്? ചോയ്സിൽ അവിടെ ശരി ചോയ്സ്, തെറ്റ് ചോയ്സ് ഒന്നുമില്ല. ചോയ്സ് ഇസ് വൺ. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചോയ്സ് ആണ്. എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ സോൾ അതിൽ ഫുൾഫിൽഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ അന്വേഷിച്ച് വരില്ല, പിന്നെ സെക്കൻഡ് അതിനുവേണ്ടി ബേർത്ത് ഇല്ല. സോ അവിടെ അറിയേണ്ട ഒരു പ്ലെയിൻ ഓഫ് എക്സിസ്റ്റൻസ് ആണ് ദി 4th പ്ലെയിൻ ഓഫ് എക്സിസ്റ്റൻസ് കോൾഡ് അകാശിക് പ്ലെയിൻ. അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു അകാശിക് ലൈബ്രറി ഉണ്ട്, അവിടെ അകാശിക് റെക്കോർഡ്സ് ഉണ്ട്. നമ്മുടെയൊക്കെ ആകാശിക് റെക്കോർഡ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ റെക്കോർഡ്സ് നമ്മൾ എപ്പോഴാണോ പൂർണ്ണമായി അസിമുലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ റെക്കോർഡ്സ് എപ്പോഴാണ് അസിമുലേറ്റഡ് ആയി അതിന്റെ വിസ്ഡം നമ്മളിൽ ഗ്യാതേർഡ് ആയി അത് ഫുള്ളി ഇന്റഗ്രേറ്റഡ് ആയി കഴിഞ്ഞാൽ അത് ആകാശിക് പ്ലെയിനിലേക്ക് ട്രാവൽ ചെയ്യും. Then it's an akashic record. Once it's an akashic record, it's no more a karma. Karma release ആയി എന്ന് പറയുന്നത് അവിടെയാണ്. അതുവരെ അകാശിക് റെക്കോർഡ്സിലേക്ക് പോകാതെ നമ്മളിൽ എന്തൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നു അതാണ് നമ്മളിലെ സഞ്ചിത കർമ്മം, പ്രാരബ്ധ കർമ്മം, ആഗമി കർമ്മം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിലെ കർമ്മ ഡെപ്പോസിറ്റിലേക്ക് പോകും, എന്നുവെച്ചാൽ അസിമുലേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും മാസ്റ്റേഴ്സ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ അവെയർ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു അടി കൊടുക്കുകയാണെങ്കിൽ പോലും അവെയർ ആയിട്ട് അടി കൊടുക്കുക. ബി അവെയർ ടോട്ടലി.
അവിടെ കർമ്മയില്ല. അല്ലാതെ കർമ്മ മീൻസ് നല്ല കർമ്മം, ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറെ നല്ല കർമ്മം, ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറെ ചീത്ത കർമ്മം, അങ്ങനെയില്ല. Karma means what you need to experience. When you come to experience as a Ravana, experience it fully. When you come to experience here as a king, experience it fully. When you come to here to experience as a prostitute, experience it fully. When you come here as to experience a beggar, experience it. That's called Swadharma. നമ്മള് പുലിയായാൽ പുലിയായി ജീവിക്കുക. അവിടെ മാൻകുട്ടിയെ കഴിച്ചേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. നമ്മൾ പുലിയായാൽ അതേ ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ചോയ്സസ് വരുമായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മുടെ സ്വധർമ്മ എപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്യണം. എന്റെ സ്വധർമ്മം എന്താ? എല്ലാവരും കൂൾ ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കില്ല. ചില മാസ്റ്റേഴ്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ചില മാസ്റ്റേഴ്സ് ഭയങ്കര ഹിറ്റായിരിക്കും, ഹിറ്റിംഗ് ആയിരിക്കും. ചിലർ വളരെ സോഫ്റ്റ് ആയിരിക്കും. സ്വധർമ്മയാണത്, അവരുടെ ധർമ്മയാണ്. ഈ ധർമ്മം എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ചോയ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Then comes power of interbeing. We are all interbeing. That's called co-creation. Already പറഞ്ഞിട്ടുള്ളതാണ്. ആ പവർ മനസ്സിലാക്കുക. That's the truth. This is another absolute truth. മൂന്നാമത്തെ absolute truth ആണ് interbeing. Interbeing മനസ്സിലാക്കുന്ന സമയമാണ് നമ്മൾ മോർട്ടാലിറ്റിയിൽ നിന്ന് ഇമ്മോർട്ടാലിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. ഇന്റർബീയിങ്ങിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒന്നും നഷ്ടപ്പെടുന്നില്ല, നഷ്ടപ്പെടാനും പോകുന്നില്ല. പക്ഷെ റിലേറ്റീവ്ലി നമുക്ക് തോന്നും നഷ്ടപ്പെടും. പക്ഷെ വി നീഡ് ടു എംബ്രേസ് ദി റിലേറ്റീവ് ട്രൂത്ത്. എനിക്ക് ആ ഫിയർ ഓഫ് ലൂസിങ് ഉണ്ട്, ഓക്കെ, ബട്ട് അതാണ് സത്യം എന്ന് മാത്രം നമ്മൾ നമ്മളോട് പറയരുത്. അതേ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അത് സത്യമല്ല, അത് അസത്യമാണ്. എന്നെ എല്ലാവരും ഉപദ്രവിക്കും, അസത്യമാണ്. കാരണം ഞാൻ സത്യം ചിലപ്പോൾ നമ്മൾ തിരിച്ചു ഉപദ്രവിക്കും. പക്ഷെ എന്നെ എല്ലാവരും ഉപദ്രവിക്കും എന്നത് സത്യമാണെന്ന് വിശ്വസിച്ചാൽ എന്നെ എല്ലാവരും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഇനി ഞാൻ എല്ലാവരും ഉപദ്രവിക്കും, അതാണ് സത്യം എന്ന് വിശ്വസിച്ചാൽ എപ്പോഴും നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാവരെയും നന്നാക്കും, രക്ഷപ്പെടുത്തും, അതെല്ലാം റിലേറ്റീവ് ട്രൂത്ത് ആണ്. വി കോൾ ദി വിക്ടിം, പെർപെട്രേറ്റർ, റെസ്ക്യൂർ, ഓൾ ദോസ് മൂവ്മെന്റ്സ് ആർ ഓൾ റിലേറ്റീവ് ട്രൂത്ത്. നമ്മൾ പറയാണ് ഐ ആം ദി ഹീലർ, I am a teacher. All the time I am a teacher is a relative truth. I am not a teacher all the time. Relative truth ആണത്. ചില സമയം അൽഷിമേഴ്സ് ഒന്ന് എന്ത് ചെയ്യും, ടീച്ച് ചെയ്യാൻ പറ്റും. റിലേറ്റീവ് അല്ലേ? അബ്സല്യൂട്ട് ട്രൂത്ത് എന്തായിരിക്കും? അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് മൈ പ്രസൻസ്. മൈ പ്രസൻസ് ഈസ് മൈ അബ്സല്യൂട്ട് ട്രൂത്ത്. ആ സമയം എന്നോടൊപ്പം ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആക്ച്വലി അതാണ് അബ്സല്യൂട്ട് ട്രൂത്ത്. ദാറ്റ് ഈസ് ഇന്റർബീയിങ്. അല്ല, ഞാൻ വളരെ നന്നായിട്ട് സംസാരിക്കുമ്പോൾ ആളുകൾ വരുന്നു, ഞാൻ മിണ്ടാതിരുന്ന ആളുകൾ വരുന്നില്ല എങ്കിൽ അവിടുത്തെ അബ്സല്യൂട്ട് ട്രൂത്ത് എന്തായിരിക്കും? എന്റെ പ്രസൻസിൽ എന്തോ ഒരു ഇതുണ്ട്, പ്രസൻസിനകത്ത് എന്തോ ക്ലിയർ ചെയ്യാനുണ്ട്. സോ പ്രസൻസ് ക്ലിയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഇന്റർബീയിങ്, ദി പവർ ഓഫ് ഇന്റർബീയിങ്. ആൻഡ് ദെൻ കംസ് പവർ ഓഫ് ഗ്രേസ്. നമ്മൾ എപ്പോഴും ഒരു ഗ്രേസിലാണ്. നമ്മളിൽ എപ്പോഴും ആ ഗ്രേസ് ആണ് ഞാൻ പറഞ്ഞ 2 ലൈഫ് ടൈമിലും ഞാൻ ആ ഗ്രേസിനെ മൈൻഡ് ചെയ്യുന്നില്ല. ഒരു ഗ്രേസ് ഉണ്ട്, ആ ഗ്രേസിലേക്ക് നോക്കുന്നില്ല, ചുറ്റുമുള്ള ആളുകളുടെ അടുത്തേക്ക് നോക്കുകയാണ്. കൈ നീട്ടി എന്നെ രക്ഷിക്കൂ പ്ലീസ്. ദർ ഇസ് എ ഗ്രേസ്. സംടൈംസ് വി നീഡ് ടു കോൾ ദാറ്റ് ഗ്രേസ്. അത് പലപ്പോഴും ആളുകൾ എന്താ പറയുക, കുന്തി ദേവിയുടെ ഒക്കെ കഥകളിൽ പറയുന്ന പോലെ ഞാൻ എനിക്ക് കൃഷ്ണനെ എപ്പോഴും വിളിക്കാൻ എനിക്ക് കുറച്ച് സഫറിങ് തരും. നമുക്ക് ഗ്രേസിലേക്ക് പോകാൻ നമുക്ക് പെയിൻ കാണും. പ്ലഷറിൽ എന്തുകൊണ്ട് നമ്മൾ ഗ്രേസിലേക്ക് പോകുന്നത്? നമ്മൾ അതിശക്തമായ ഒരു പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയം എന്റെ ഈശ്വര, ദൈവമേ, അല്ലെങ്കിൽ എന്താ വട്ടെവർ വേർഡ്, എനിക്കറിയാവുന്ന വേർഡ്, റെസണേറ്റ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഞാൻ പറയുന്നത്. ബട്ട് ഓരോ വേർഡാണ് റെസണേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ എന്റെ അള്ള, ഓക്കെ, എന്റെ യേശുവേ, അല്ലെങ്കിൽ എന്റെ കൃഷ്ണ, എന്റെ രാമ, അല്ലെങ്കിൽ എന്റെ ഭഗവതി, വട്ടെവർ, ഇനി അല്ലെങ്കിൽ എന്റെ ക്രിയേറ്റർ, അല്ലെങ്കിൽ എന്റെ മാസ്റ്റേഴ്സ്, എന്തെങ്കിലും ആയിക്കോട്ടെ. ബട്ട് വി നീഡ് ടു കണക്ട് ടു ദാറ്റ് ഗ്രേസ്. ഏതെങ്കിലുമൊക്കെ പേര് വിളിച്ചു, പേരിലൊന്നും ഒരു വലിയ കാര്യമൊന്നും. ബട്ട് നമ്മൾ എന്ത് പേര് വിളിക്കുന്നു എന്നുള്ളതല്ല, നമ്മളെങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് കണക്ട് ചെയ്യുന്നു, നമ്മളെങ്ങനെ ഡിസോൾവ് ചെയ്യാൻ തയ്യാറാവുന്നു, നമ്മളെങ്ങനെ വിടാൻ തയ്യാറാവുന്നു. ഐ ആം ദി ക്രിയേറ്റർ. പലപ്പോഴും വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി കേട്ട് കഴിയുമ്പോൾ തൊട്ട് കുറെ ആളുകളുണ്ട് ഐ ആം ദി ക്രിയേറ്റർ, ഞാനാണ് ക്രിയേറ്റർ. അല്ല, ഈ ക്രിയേറ്റർ എപ്പോഴാണ്? ലൈഫിലെ നല്ല കാര്യങ്ങൾ മാത്രമുള്ള ഈ ക്രിയേറ്റർ. ലൈഫിൽ എന്തെങ്കിലും മോശം ഉണ്ടായ ആ സമയം അവിടെ ചീത്ത വിളിക്കും. അപ്പൊ അവിടെയാണ് ക്രിയേറ്റർ, ആ ക്രിയേറ്ററിനെ ചീത്ത പറയും. അതിന് മുമ്പ് വരെ നല്ലതെല്ലാം വരുമ്പോൾ ക്രിയേറ്റർ, മോശം എന്തെങ്കിലും ഉണ്ടായ ക്രിയേറ്റർ. ദാറ്റ്സ് നോട്ട് ദി റൈറ്റ് വേ.
നല്ലതുണ്ടാവുമ്പോൾ നമ്മുടെ ക്രിയേറ്ററിനെ അവിടെ ആക്കാൻ പറ്റും. ദാറ്റ്സ് കോൾഡ് ഗ്രേസ്. നല്ലത് വരുന്ന സമയം പല ആളുകൾ എനിക്കറിയാം അമ്പലത്തിൽ പോകും, പള്ളിയിൽ പോകും, എപ്പോഴാണ് ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവും, ഒരു പ്രശ്നമില്ലാത്തവ പോകാൻ പറ്റും. കഴിവൊരു പ്രശ്നമുള്ളവർ പോകാതിരിക്കും. പ്രശ്നമുള്ളപ്പോൾ അവിടെ പോയി വിളിക്കുകയൊന്നുമല്ല, പ്രശ്നമുള്ളപ്പോൾ ഉള്ളിൽ ഇരുന്ന് വിളിക്കാൻ പറ്റും. പക്ഷെ പ്രശ്നമില്ലാത്തപ്പോൾ പോകുന്ന നമ്മളാണെങ്കിൽ പ്രശ്നം ഉള്ളപ്പോൾ നമ്മൾ ആ കണക്ഷനിലേക്ക് പോകും. അത് പ്രശ്നമോ പ്രശ്നമില്ല. കാരണം രണ്ടു തരം ആളുകളുണ്ട് കേട്ടോ, അത് ഞാൻ എടുത്തു പറയാം. ഒരു കൂട്ടം ആളുകൾ പ്രശ്നമുള്ളപ്പോൾ മാത്രം പോകും, ഒരു കൂട്ടം ആളുകൾ പ്രശ്നമില്ലാത്തപ്പോൾ മാത്രം പോകും. ഇത് രണ്ടും ബാലൻസ്ഡ് അല്ല. പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും ഓക്കെ. there is a grace always existing is an absolute truth. അല്ലാതെ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ലോകത്ത് അയ്യോ ഇത്രയും സഫറിങ്, ആളുകൾ സൊമാലിയയിൽ ജനിക്കുന്നു. എന്തുകൊണ്ട് അവർ സൊമാലിയയിൽ ജനിച്ചു? ഞാനൊരു ആദ്യ കാലത്ത് ഒരു പാസ്റ്റ് ലൈഫ് റിഗ്രഷന്റെ ഒരു അനൗൺസ്മെന്റ് നടത്തുമ്പോൾ എന്നെ ഒരു ലേഡി വിളിച്ച് കുറെ ചീത്ത പറഞ്ഞാണ്. എന്നെ ലേഡി വിളിച്ചിട്ട് അവർ പറയാണ്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ നിങ്ങൾ ഇത്രയും ഫീസുള്ള പ്രോഗ്രാം എങ്ങനെ സാധാരണ ട്രൈബൽസ് അറ്റൻഡ് ചെയ്യും? ട്രൈബൽസിന് അറ്റൻഡ് ചെയ്യണമെന്ന് അറ്റൻഡ് ചെയ്യും അല്ലേ? അവർക്ക് വേണമെന്നില്ല, അവർക്ക് അത് വേണമെന്ന് ആര് പറഞ്ഞു? അവർക്ക് വേണ്ടത് ഭക്ഷണമാണ്, അവർക്ക് വേണ്ട പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അല്ല. അവർക്ക് വേണ്ട അതാണ്, അതുകൊണ്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ബട്ട് നമ്മൾ വിചാരം ഏതെങ്കിലും ഒരു ഹീലിംഗ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ കൊടുക്കാം. എല്ലാവർക്കും എല്ലാം ഒന്നും വേണ്ട. ഈ ലോകത്ത് വേണോ? ദോശ ഉണ്ടാക്കി എല്ലാവർക്കും ദോശ വേണം വേണ്ടല്ലോ. ചിലർക്ക് ഇഡലി ഉണ്ട്, ചിലർക്ക് ചപ്പാത്തി ഉണ്ട്, ചിലർക്ക് പൂരി ഉണ്ട്. ഇത്രയും ഡിഷസ് എന്തിനാ ഉണ്ടായത്? എല്ലാവർക്കും എല്ലാം വേണ്ട. നമുക്ക് എന്ത് വേണം? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എന്തുമായി റെസൊനേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി തരുന്നത്, അതിലേക്ക് പോവുക. അവിടെയാണ് പവർ ഓഫ് ഗ്രേസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളൊരു ടൊട്ടാലിറ്റിയിൽ ഒരു ജനറലൈസ്ഡ് വേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒരു ഗ്രേസ് കൂടെ ഇല്ല, നോ ഗ്രേസ്. ഇപ്പൊ പല ആളുകളും എന്താ പറയുക, റിസഷൻസ് വരിക, അല്ലെങ്കിൽ കൊറോണ വരുന്നു, ഡിസീസസ് വരുന്നു. ഈ സമയത്ത് പല ആളുകളും വിശ്വസിക്കും ലൈഫ് എന്ന് പറയുന്നത് മിസറിയാണ്, ദൈവം അതൊന്നും കാണുന്നില്ലേ, ദൈവത്തിന് കണ്ണില്ലേ? പക്ഷെ ഏറ്റവും കൂടുതൽ എന്റെ എക്സ്പീരിയൻസിൽ ദൈവം കണ്ണു തുറന്നിരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ള സമയമാണ്. അതായത് ലൈഫ് ഇസ് ഗ്രോയിങ്. ലൈഫ് പോകുന്നൊന്നുമില്ല. അപ്പൊ എന്തൊക്കെ സംഭവിക്കുമ്പോൾ ലൈഫ് ഒന്നും പോകുന്നില്ല. പോകുന്നുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് അവരെന്തിനാ ചൂസ് ചെയ്തത്? ഓരോരുത്തരും ഓരോ എക്സ്പീരിയൻസ് ചൂസ് ചെയ്തിട്ടുണ്ട്. സുനാമി വരുന്ന സമയത്ത് എന്റെ മാസ്റ്റർ ഡോക്ടർ ന്യൂട്ടൺ ആൻഡ് ഡോക്ടർ ലക്ഷ്മി, എനിക്ക് തോന്നുന്നു 2005 2005 സുനാമി വരുന്ന ആ കടപ്പുറത്ത്, സുനാമി അടിച്ച് എല്ലാം പോയ കടപ്പുറത്ത് ഓൾമോസ്റ്റ് 10 minutes ബിഫോർ ദേ ആർ ദെയർ. പക്ഷെ ആ സമയത്ത് അവർക്കൊരു ഇന്നർ വോയിസ് വരികയാണ്, ഇറ്റ്സ് ടൈം ടു ഗോ. അവരവരുടെ വീട്ടിൽ പോയി, വീട്ടിൽ വാർത്ത വയ്ക്കുമ്പോൾ അറിയുന്നത് അത്രയും ഭാഗം അവർ ഇരുന്നിടത്ത് അവരിരുന്നെങ്കിൽ ഇപ്പം അവർക്ക് ഒരുപക്ഷെ അവരുടെ ടീച്ചിങ് ഞാൻ കിട്ടത്തില്ല. അപ്പൊ എന്തുകൊണ്ടാണ്? അത് കണക്റ്റഡ് കൂടെയാണ്. നമുക്കും ആ ഒരു ഇന്റൻഷൻ ഉണ്ട് എവിടെയോ. നിങ്ങളിവിടെ വന്നാൽ നിങ്ങളുടെ ടീച്ചിങ് ഞാനും അറ്റൻഡ് ചെയ്യും. നമ്മുടെ ഇന്റൻഷൻ ഈസ് സ്ട്രോങ്. അവർക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? അവർക്ക് അപ്പോൾ വോയിസ് വിൽ കം. ബട്ട് അവിടെയും ചോയ്സ് ഉണ്ടായിരുന്നു. അവർ ആ വോയിസ് കേൾക്കാൻ തയ്യാറല്ലായിരുന്നെങ്കിൽ ആ കോക്രിയേഷൻ നഷ്ടപ്പെട്ടേനെ. സോ നമ്മൾ എങ്ങനെയാണ് ആ ഒരു വോയിസിനെ കേൾക്കാൻ തയ്യാറാകുക? അവിടെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. ദർ ഇസ് നോ റീസൺ. ഇൻറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഇറ്റ് കം സ്പോണ്ടേനിയസ്ലി. ദർ ഇസ് നോ റീസൺ. വൈ യു ആർ ഫീലിംഗ് ലൈക്ക് ദിസ്? ഐ ഡോണ്ട് നോ. ഫീലിംഗ് എന്താ എനിക്കിപ്പോ റൈറ്റ് എടുക്കാൻ തോന്നുന്നത്? എനിക്കിപ്പോ റൈറ്റ് എടുക്കാനാണ് തോന്നുന്നത്. അതെന്താ കാര്യം? ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് പൊക്കോണ്ടിരിക്കുന്ന റോഡിൽ എനിക്ക് തോന്നുന്നുണ്ട് റൈറ്റ് എടുത്ത് വണ്ടി ഓടിക്കണം. അതാണ് ഞാൻ പെട്ടെന്ന് റൈറ്റ് എന്ന് പോകണം. എന്റെ കൂടെ ഇരിക്കുന്ന എന്റെ ചേട്ടൻ ചോദിച്ചു, നീ എന്തിനാ ഈ വഴി പോകും? ഈ വഴി പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ബാക്കിൽ ഒരു കാർ വന്നിരുന്നു. അവർ സ്ട്രൈറ്റ് വിട്ടു പോയി. നമ്മുടെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. പക്ഷെ അവർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് നിങ്ങൾ റൈറ്റ് എടുത്തത് നന്നായി, സ്ട്രൈറ്റ് പോയപ്പോൾ അവിടെ വലിയൊരു ആക്സിഡന്റ് ആയി, ബ്ലോക്കിൽ പെട്ടായിരുന്നു. ആ റൈറ്റ് എടുക്കാൻ ആര് തോന്നിപ്പിച്ചു എന്ന് എനിക്ക് ഇന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നി, ഞാൻ ചെയ്തു. സോ പലപ്പോഴും ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നുന്നതാണ് ലൈഫിൽ നമ്മൾ പറയും ഈശ്വരൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യു ആർ ഗോഡ്. നമ്മൾ ആ ഗോഡ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളൊരു തോന്നിവാസിയായിരുന്നു. തോന്നിയിടത്ത് വസിക്കുന്നതല്ലേ. അപ്പൊ നമ്മൾ തോന്നിയിടത്തൊക്കെ ഒന്ന് വസിച്ചു നോക്കാം. നമ്മളെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ദാറ്റ്സ് our power of grace. Then you realize the grace. അല്ലാതെ നമ്മൾ നല്ല കുട്ടിയായിരിക്കുക, ചീത്ത കുട്ടിയായിരിക്കുക, അതായിരിക്കുക, ഇതായിരിക്കുക, ഇങ്ങനത്തെ റിലേറ്റീവ് ട്രൂത്ത് വിട്ട് ഞാൻ എന്താണോ അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ആരും ആയിരിക്കും. If I'm a healer, I want to experience it. If I'm a teacher, I want to experience it. If I'm a marketing person, I want to experience that. If I'm a family man, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ പാട്ടുകാരനാവും, പലതും ആവാം, എന്തും എനിക്കത് ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്കൊരു ചോക്ലേറ്റ് കഴിക്കാൻ തോന്നി അത് ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യണം. ആ സമയം അത് കഴിക്കണം. ചിലപ്പോ ലോകം പറയും, എന്താ പറയാ, എനിക്കറിയാവുന്ന എന്താ പറയാ, ഐ തിങ്ക് വൺ ക്ലയന്റ്, എൻ്റെ അടുത്ത് വന്ന ഒരു ക്ലയന്റ് ആണ്. ആ ക്ലയന്റിന് ഏതോ ഒരു ഇഷ്യൂല്
കൊളസ്ട്രോൾ, അതെ, കൊളസ്ട്രോൾ ഇഷ്യൂവിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് ഏറ്റവും രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വർക്ക് ചെയ്ത സമയത്ത് ആ വ്യക്തി കൊളസ്ട്രോൾ മാറുന്നില്ല. വലിയ ലൈഫിലെ വേറെ ഇഷ്യൂസ് ഒന്നും അല്ല, ഈ കറണ്ട് ലൈഫിൽ തന്നെ ഈ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായിരുന്നു, സംതിങ് വളരെ ഓയിലി ആയിട്ടുള്ള എന്തോ ഒരു സാധനം ആ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പരിപ്പോടെ ഉഴുന്നോടെ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു, എന്നും കഴിക്കുമായിരുന്നു ഈ വ്യക്തി. ആ ഇത് കൊളസ്ട്രോളിനെ പറ്റി ഒരു മാഗസിനിൽ ഒരു ഇത് വന്നു. ഇത് മുഴുവൻ വായിച്ചതോട് കൂടി എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ഉഴുന്നോടെ പരിപ്പോടെ എന്തൊക്കെയോ ഉപേക്ഷിച്ചു, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല, ഇതെല്ലാം ഉപേക്ഷിച്ച് കൊളസ്ട്രോളിനെ ഭയക്കാൻ തുടങ്ങി. ഇത് കൊളസ്ട്രോൾ ഉണ്ട് ആൾക്ക് വന്നതിന് ശേഷമാണ്, ആ വരുന്ന ആ സമയമാണത്, വരുന്നതിന് തൊട്ട് മുമ്പാണ് കൊളസ്ട്രോളിനെ പറ്റി വായിച്ചത് നിർത്തി. എന്ത് പറ്റിയെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ വന്നു. കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞപ്പം എണ്ണമയമൊന്നും ഉപയോഗിക്കില്ല, കൊളസ്ട്രോൾ പോകുന്നുണ്ടോ? കൊളസ്ട്രോൾ പോകുന്നില്ല. ബിക്കോസ് ഫിയർ ഓഫ് കംപ്ലീറ്റ്ലി അക്സെപ്റ്റിംഗ് ദി ജോയ് ഓഫ് ലൈഫ് ആണ് ആക്ച്വലി കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിലെ ഫുൾ ജോയ് എംബ്രേസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഇഷ്ടമാണ് അത് കഴിക്കുക. അതിൽ ആ വ്യക്തിക്ക് എന്തൊക്കെയോ ആനന്ദം ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് കണക്ട് ചെയ്തപ്പോൾ ഈ വട കഴിക്കുമ്പോൾ എന്താ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഓ, ആ വ്യക്തിയുടെ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ട പോലത്തെ ചിരിയായിരുന്നു. പക്ഷെ എന്താ ബ്ലിസ്, അതാണ് പുള്ളി എക്സ്പീരിയൻസ് ചെയ്യുക. ആ ബ്ലിസ് അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് വെറുതെ എണ്ണയൊന്നുമില്ലാതെ ചുട്ടിട്ട് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലൈഫ് ആവില്ല. ഇപ്പൊ പലപ്പോഴും പദ്ധതി ഷെയർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് നമുക്ക് അവിടെ ജസ്മുഹീൻ ഉണ്ടായിരുന്നു. ജസ്മുഹീൻ മീൻസ് പ്രാണിക് ലിവിംഗ് ആണ്, അവര് മാസ്റ്ററാണ് പ്രാണിക് ലിവിംഗ്. ഓൾമോസ്റ്റ് എനിക്ക് 20-25 years ആയിട്ട് അവര് പ്രാണ ലിവിംഗിലാണ്, ലൈറ്റ് ലിവിംഗിലാണ്. ലൈറ്റ് ആണ് അവരുടെ ഫുഡ്. അപ്പൊ ഒരിക്കൽ പത്രിജിക്ക് വടയൊക്കെ ഇഷ്ടമാണ്. അപ്പൊ പത്രിജി വടയൊക്കെ എടുത്ത് പറയും, ഞാൻ എന്തായാലും ലൈറ്റ് ലിവിംഗിലൊന്നും ഈ ലൈഫിലില്ല, ഞാൻ വടയൊക്കെ കഴിക്കാം. ബിക്കോസ് ദിസ് ലൈഫ് എനിക്ക് വട എക്സ്പീരിയൻസ് തീർക്കണം. ഇനി അടുത്ത ലൈഫിൽ വട എനിക്ക് വേണ്ട. ഈ ലൈഫോടുകൂടി ഐ വോണ്ട് ടു ഫിനിഷ് ദി വട, ഫിനിഷ് ദിസ് ക്രേവിംഗ്. ആൻഡ് ഈ കഴിക്കണം കണ്ടു കഴിഞ്ഞാൽ അതുപോലത്തെ ക്രേവിംഗിലാണ് കഴിക്കുന്നത്. പക്ഷെ അക്സെപ്റ്റൻസ്, ദാറ്റ് ഈസ് ദി പ്രൂഫ്. ഞാനൊരു മാസ്റ്ററാണ്, ബ്രഹ്മ ഋഷിയാണ്, ബ്രഹ്മ ഋഷിക്ക് എന്താ വട കഴിച്ചു. അപ്പൊ നമ്മൾ ഒരുപാട് പേരാണ്, ഞാൻ ഈ സിമ്പിൾ എക്സാമ്പിൾസ് പറയുന്നേ ഉള്ളൂ. ഇതുപോലെ വലിയ വലിയ എക്സാമ്പിൾസ് നമ്മുടെ ലൈഫിൽ കാണും. നമ്മളെ അവോയ്ഡ് ചെയ്യുക, ഞാൻ സംസാരിക്കരുത്, ഞാൻ മിണ്ടരുത്, ഞാൻ എങ്ങനെ ചെയ്യണം, പോട്ടിട്ട് കിടക്കണം, ഇങ്ങനെ ഒക്കെ വിടുക. ഓക്കെ, then comes power to evolve. We all have a power to evolve. അവിടെയാണ് എക്സാക്ട്ലി നമ്മുടെ പല എക്സ്പ്ലോറേഷൻ വരുന്നത്. ഇവോൾവ് എന്ന പവർ നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ ട്രൂത്ത് എനിക്ക് ഇവോൾവ് ചെയ്യാൻ പറ്റും. അല്ലാതെ എന്നെ ആരെങ്കിലും തള്ളിക്കൊണ്ട് നടക്കണമെന്നൊന്നുമില്ല, എനിക്ക് സ്വയം ഇവോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവല്യൂഷൻ സൈക്കിളുള്ള ആളാണ്. ചിലപ്പോൾ ഞാനൊരു ഓൾഡ് സോൾ ആയിരിക്കാം, ചിലപ്പോൾ ഞാനൊരു മെച്യൂർ സോൾ ആയിരിക്കാം. സോൾ ഏജിന്റെ ഇത് നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ഞാൻ അതാണ്. അപ്പൊ ആ സോൾ ലെവലിലുള്ള ചില ട്രേറ്റ്സ് നേച്ചേഴ്സ് എനിക്കുണ്ടോ. സോ അതിൽ ഇവല്യൂഷൻ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയം നമ്മൾ ഇവല്യൂഷൻ ഇൻ ദി സെൻസ് മെഡിറ്റേഷൻ ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് നല്ലൊരു ആക്ച്വൽ ട്രാവൽ കിട്ടി. ആ സമയം മുതൽ നമ്മളിരുന്ന് ചോദ്യം ചോദിക്കില്ല, എന്തായിരിക്കും എനിക്ക് ആക്ച്വൽ ട്രാവൽ കിട്ടിയത്? ഓരോരുത്തരും 50 വർഷം ചെയ്തിട്ട് കിട്ടിയിട്ടില്ല, എനിക്കെന്താണോ ഇത് കിട്ടിയത്? ഈ ചോദ്യം ചോദിക്കുന്ന പലർക്കും ഈ ട്രാവൽ അവിടെ നിൽക്കും. കാരണം എന്തിനാ എനിക്ക് കിട്ടിയത്? എവിടെയൊക്കെയോ ഞാൻ ലൈഫിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ദാറ്റ്സ് ഇറ്റ്. ഇതിനെ ഇങ്ങനെ മഹനീയമാക്കാനുള്ള ശ്രമം ആദ്യം നടത്തുക. ഇവല്യൂഷൻ സൈക്കിൾ, ദി ട്രൂത്ത്, അബ്സല്യൂട്ട് ട്രൂത്ത് അനുസരിച്ച് റിലേറ്റീവ് ട്രൂത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞില്ല. ചില ആളുകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്പലത്തിൽ പോകുമ്പോൾ നിന്ന് എന്താ പറയാ തൊഴുതിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ഇലയിൽ ഒരു താമര, വാവ്, പെട്ടെന്ന് എനിക്ക് ഭഗവതിക്ക് എന്നോട് ഇഷ്ടം വന്നു. പക്ഷെ ഭഗവതി എനിക്ക് തരുന്നത് പായസമായിട്ടാണ്, അവർക്ക് താമരയായിട്ടാണ്. ഭഗവതി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, പക്ഷെ അപ്പുറത്തിപ്പുറത്തേക്ക് എല്ലാവർക്കും ഉണ്ട്. ചില ആളുകൾ ഈ താമരയെ തന്നെ നോക്കിയിട്ട് അയ്യോ അവർക്ക് താമര കിട്ടി, എനിക്ക് താമര കിട്ടില്ല, അയ്യോ എനിക്ക് വേറെ എന്തോ കിട്ടിയിട്ടുണ്ട്, അത് അറിയുന്ന പോലും ഇല്ല. കാരണം അവനോട് ഇഷ്ടം അറിയാത്തതുകൊണ്ട് അത് അറിയാൻ പറ്റില്ല. എനിക്കറിയാം, എനിക്ക് എന്റെ ഇലയിൽ ഒരു താമര കിട്ടിയാൽ ആ താമര കുറച്ച് നോക്കി അടച്ചു വെച്ചിട്ട് ഞാൻ മൂല്യം പോകും. പക്ഷെ ഞാൻ ഇല തുറന്ന് പായസമാണെങ്കിലോ വാ ഹായ്, എന്റെ മനസ്സിൽ തോന്നും ഭഗവതി എന്റെ അടുത്ത് ഇഷ്ടപ്പെട്ടു, ഭഗവതിക്ക് സന്തോഷം തോന്നി. ഇതൊക്കെ നമുക്ക് നമ്മളെ ഇവിടെ കുറച്ചൊന്ന് ഹൈറ്റിലേക്ക് കയറ്റാൻ വേണ്ടി നമ്മൾ കളിക്കുന്നുണ്ടല്ല റിലേറ്റീവ് ആയ ഒരു ഡ്രാമയാണ്. പക്ഷെ ഈ ഡ്രാമയെ നമ്മൾ എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, അറിഞ്ഞുകൊണ്ട് കളിക്കാൻ തുടങ്ങിയാൽ, കോൺഷ്യസ് ആയിട്ട് കളിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഹയർ ട്രൂത്ത് മനസ്സിലാവും. ഓക്കെ, എനിക്കിപ്പോ ഈ ലൈഫിൽ ഇതൊക്കെ സാധിക്കുന്നത് ഞാൻ കുറേ സഞ്ചരിച്ചു വന്നുകൊണ്ടാണ്. ഞാനിപ്പോ കണ്ണടയ്ക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ഇമ്മീഡിയറ്റ്ലി പോകുന്നു, പാസ്റ്റിലേക്ക് പോകുന്നു, അവിടെ പോകുന്നു, എവിടെ പോവാം. ചിലപ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നു. ഇപ്പൊ ഓം ശാന്തി ഓം എന്ന് പറയുന്ന ഷാരൂഖ് ഖാന്റെ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, കണ്ണ് തുറന്നാണ് ആ വ്യക്തി പാസ്റ്റിലേക്ക് വന്നത്. കണ്ണ് തുറന്ന് കാണാം. ഞാൻ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പാസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്, വെറുതെ ഇരിക്കുന്ന സ്ഥലത്ത് പാസ്റ്റ് ലൈഫ് കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പാസ്റ്റ് ലൈഫ് കണ്ടിട്ടുണ്ട്. അപ്പൊ പാസ്റ്റ് ലൈഫ് കാണണമെങ്കിൽ നമ്മൾ ബ്രാൻഡ് വൈസിന്റെ ബുക്ക് വായിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് പാസ്റ്റ് ലൈഫിൽ അണ്ടർഗോ ചെയ്യാതെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ക്ലയൻസ് ബ്രാൻഡ് വൈസിന്റെ ബുക്ക് വായിച്ചിട്ടുള്ള ആളുകളാണ്. ഞാൻ ബ്രാൻഡ് വൈസിന്റെ കുറ്റം പറയല്ല കേട്ടോ. റീസൺ സിമ്പിൾ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് വൈസിന്റെ ബുക്കിൽ എന്താണ്, ആ ഒരു ക്യാരക്ടർ കിടക്കുന്നു, കണക്ട് ചെയ്യുന്നു, അതിന്റെ DP പോകുന്നു, അതിൽ ഇങ്ങനെ ടെക്നോളജിക്കലി ഇങ്ങനെ വരുന്നു, അപ്പൊ ഒരു വിഷ്വൽ വന്നു,
ഇതിനെ ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ കണ്ണു തുറന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു പാത്ത് ലൈഫ് ഉണ്ട്. അക്സെപ്റ്റ് ചെയ്യോ? അക്സെപ്റ്റ് ചെയ്യില്ല. സോ വി ആർ റിയലി denying our own truth, absolute truth, that we have the power to evolve in each and every moment. നമുക്ക് ചാരുകസരെ കിടന്ന് ഒരാള് നിങ്ങൾ ഉറങ്ങുകയാണ്, നിങ്ങൾ ഇപ്പോൾ ഉറങ്ങുകയാണ്, ഇതാ ഞാൻ 10 to 1 കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അകത്തേക്ക് പോവുകയാണ്, ഇതൊക്കെ കിട്ടിയാലേ പാസ്റ്റ് ലൈഫ് കാണാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന അബ്സല്യൂട്ട് ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. സോ ദി മൊമെന്റ് when we accept this truth, നമ്മൾ കണ്ണടച്ച് 2 മിനിറ്റ് ബ്രെത്ത് ഒബ്സർവ് ചെയ്തു, നമ്മൾ പലതും എക്സ്പീരിയൻസ് ചെയ്തു. നിമിഷം we acknowledge that experience, we respect that experience. എനിക്കത് സാധിച്ചു ബിക്കോസ് ഓഫ് നേരത്തെ പറഞ്ഞ അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്, ബിക്കോസ് ഓഫ് ഗ്രേസ്. അല്ലാതെ അവിടെ ഞാനിപ്പോ ഒരു സംഭവമാണ് എന്ന് പറയുന്ന അവസ്ഥയല്ല. ഞാനൊരു ഋഷി ആയി കണ്ടു അപ്പൊ ഞാൻ എന്തോ ആയി, അങ്ങനൊന്നുമില്ല. നമ്മൾ പലതും ആയിരുന്നു. നമ്മൾ ഋഷി ആയിരുന്നു, നമ്മൾ ബഗറായിരുന്നു, നമ്മൾ ക്രൂരനായിരുന്നു, നമ്മൾ ഹിറ്റ്ലർ ആയിരുന്നു. ഇതെല്ലാം കടന്നു വന്നിരിക്കുകയാണ്. ബട്ട് നമ്മുടെ പവർ ഓഫ് ഇവോൾവ്. സോ നൗ we are connecting to the art and science of meditation. How the meditation is going to help? So meditation എന്താ ചെയ്യുന്നത്? മെഡിറ്റേഷനിൽ ഏറ്റവും രസകരമായ ഒരു പ്രിൻസിപ്പിൾ ആണ് Wu Wei. Wu Wei means non doing, doing nothing. So നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് undoing. ഈ undoing എന്ന് വെച്ചാൽ എന്താണ്? എന്താ ഈ undoing? വെരി സിമ്പിൾ ആയി പറഞ്ഞാൽ എപ്പോ നമ്മുടെ ഓരോ ആക്ഷനും ഓരോ ഇതിന്റെയും ഇടയിൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിന് മുമ്പ് എപ്പോ ഒരു പോസ് കൊണ്ടുവരാൻ സാധിക്കുക. എസ്പെഷ്യലി പോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി നടക്കുകയാണ്, റോഡ് കൂടി നടക്കുകയാണ്, നടക്കുന്ന സമയം പോസ്, കുറച്ചു നേരം നടന്ന് പോസ്. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് എന്നോട് ഊളംപാറ കൊണ്ടുവരും, നിങ്ങൾ എറണാകുളത്താണെങ്കിൽ കാക്കനാട് കൊണ്ടുവരും, നിങ്ങൾ ദുബായിലാണെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലായി, അങ്ങനെ നിങ്ങൾ നടക്കുകയാണ് റോഡിൽ. ആ പോസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. Pause means give an interval between our thoughts. Pause means observe one breath in the അടുത്ത ബ്രെത്തിന്റെ ഇടയിൽ കിടക്കുന്ന pause. We need to give an attention to that pause. ഇനി മെഡിറ്റേഷൻ ചെയ്യുന്ന സമയം ആ പോസിലേക്ക് അറ്റൻഡ് ചെയ്യുക. Give all the attention to that pause. അവിടെ ഒരു അൺഡൂയിങ്, ബിക്കോസ് നമുക്ക് എപ്പോഴും കിടക്കുന്ന ഒരു ടെൻഡൻസിയാണ് ഡൂയിങ് 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 ഡൂയിങ്, എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ചെയ്യണോ, ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അയ്യോ ഞാൻ എന്തെങ്കിലും ചെയ്യാതിരുന്നോ, അയ്യോ എനിക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചില സമയങ്ങളിൽ ഒന്നും ചെയ്യാനില്ല. ചില സാഹചര്യത്തിൽ എന്താണ് ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാൻ. സഡനായിട്ട് ഇപ്പൊ ഇവിടെ എർത്ത് വന്നു, ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്യാൻ പോകുന്ന എടുത്തിയാടി ഓടുകയാണെങ്കിൽ നമ്മൾ റോങ് ഡയറക്ഷനിലായി ഓടാൻ പോകും. പെട്ടെന്ന് ഇവിടെ ഒരു ഭൂമിയിൽ കൊണ്ടുപോയാൽ നമുക്ക് ആദ്യം ചെയ്യാവുന്ന ഒരു കാര്യം അൺഡൂയിങ് ആണ്, സ്റ്റിൽനെസ്. അവിടെ നമ്മൾ ആ ഇരിക്കുന്ന ഇരിപ്പിൽ എന്ത് സംഭവിക്കും? അടുത്തത് സംഭവിക്കും, അൺകണ്ടീഷനിങ് സംഭവിക്കും. നമ്മളിലെ കണ്ടീഷൻഡ് മൈൻഡിനപ്പുറം നമ്മൾ ട്രാവൽ ചെയ്യും. നമുക്ക് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഇതുവരെ കടന്നു വന്ന പാസ്റ്റ് കണ്ടീഷൻസ് ഉണ്ട്, അതാണ് നമ്മുടെ ലോജിക് എന്ന് പറയും. അതേസമയം ഇല്ലോജിക്കലിയും കുറെ കണ്ടീഷൻസ് നമ്മൾ കിടപ്പുണ്ട്, കുറെ ഭ്രാന്തമായ ചിന്തകളും കിടപ്പുണ്ട്. ഭ്രാന്തമായ എന്തെങ്കിലും ചെയ്യുക, അതുമല്ല ഉദ്ദേശിച്ചത്. എ ലോജിക്കൽ മീൻസ് അൺകണ്ടീഷനിങ് or ഡീകണ്ടീഷനിങ്. ഈ കണ്ടീഷൻ അപ്പുറത്തേക്ക് നമ്മൾ ആ പോസിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാൻ പറ്റും. ആരോ ഡീകണ്ടീഷൻ ചെയ്യാതെ ഇടക്കിടയ്ക്ക് മ്യൂട്ടിൽ കളിക്കുന്നുണ്ട്. ഡീകണ്ടീഷൻ എന്ന് വെച്ചാൽ മ്യൂട്ട് ചെയ്തല്ലേ. ഓക്കെ, സോ അൺകണ്ടീഷനിങ്. നമ്മൾ ആ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ട്. ലൈഫ് ഈസ് ലൈക്ക്, അതായത് എർത്ത് ക്വേക്ക് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കണ്ടീഷണലി ഓർത്ത് വയ്ക്കുന്ന കുറെ കാര്യങ്ങൾ. ഓക്കെ, കസേര റെഡി കയറി ഇരിക്കുക. ചിലപ്പോൾ അപ്പോഴായിരിക്കും കസേരയുടെ ഒരു പട്ടിക വന്ന് തലയിൽ വേണമായിരിക്കും നമ്മൾ ഫിനിഷ് ആവാൻ പോകും. ഈ പറഞ്ഞ് ഇതുവരെ ലോകത്തുള്ള ഒരു നോളജ് ചില സാഹചര്യത്തിൽ വർക്ക് ചെയ്യാൻ പോകും. എല്ലാ നോളജും ഉപേക്ഷിക്കേണ്ടി വരും. എംപ്റ്റിനെസ്, ദാറ്റ് ഈസ് കോൾഡ് അൺഡൂയിങ്. സ്റ്റിൽനെസ്. ഐ ഡോണ്ട് നോ. എനിക്കിതുവരെ അറിയുന്ന എല്ലാ അറിവും പോയി, ഒരു അറിവും എനിക്കിപ്പോ ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യും ഞാൻ? Grace comes. All that things come. Power to create comes. എല്ലാ ലിമിറ്റ്സ് നമ്മൾ ഇന്ന് മാറാൻ തുടങ്ങും. പല എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് മാറാൻ തുടങ്ങും. കാരണം നമ്മളെപ്പോഴും ജീവിക്കുന്ന
ലോകത്ത് ഒരു പ്രത്യേക തരം എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് മാറും, നമ്മളിലേക്ക് പവർ ഓഫ് ചോയ്സ് ഇങ്ങനെ വരാൻ പോകും. ആ സ്റ്റിൽനെസ് ഇരിക്കുമ്പോൾ നമ്മൾ അൺകണ്ടീഷൻ എല്ലാ കണ്ടീഷനും വിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും, ഓക്കെ ഇവിടെ ഭൂമി ഇങ്ങനെ കുലുങ്ങാണ്, എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ തന്നെ ഇരിക്കണോ, എഴുന്നേക്കണോ, ഓടണോ, താഴെ പോണോ, മേളിൽ പോണോ? എക്സാക്ട്ലി ദി ആൻസർ ഫ്ലോ. പക്ഷെ അതിനെ ലോജിക്കലി നമ്മൾ അനലൈസ് ചെയ്താൽ തെറ്റിക്കും. ഞാൻ ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് വായിച്ചിട്ടുള്ളതാണ്, ഒരു ലേഡി ഷെയർ ചെയ്തിട്ട്. അതായത് ഒരു വർക്ക്ഷോപ്പിൽ ഇൻറ്റ്യൂഷൻ എക്സ്പെരിമെന്റ് നടത്തിയ സമയത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്തിട്ട് ഈ പാർട്ട്ണർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എടുത്തു. ഒരുപാട് ഡിഷസ് ഉണ്ട് ആ സ്പേസിൽ. നിങ്ങളുടെ ഉള്ളിൽ ഇൻറ്റ്യൂഷനിൽ എന്ത് തോന്നുന്നു അത് ചെയ്യാൻ. ഫസ്റ്റ് ഇവർക്ക് വരുന്ന ഫസ്റ്റ് തോട്ട് ഈ വ്യക്തിക്ക് ഐസ്ക്രീമും ചോക്ലേറ്റ് കേക്കും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ബൗളിൽ എടുത്തു കൊടുക്കാനാണ് തോന്നുന്നത്. പക്ഷെ ഇവർ നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് കുറച്ച് തടിയൊക്കെ ഉണ്ട്, വണ്ണമൊക്കെ ഉണ്ട്. വിചാരിച്ചു ഓക്കെ ഈ വ്യക്തിക്ക് ചില്ലി ആയിരിക്കും ഇഷ്ടം. അപ്പൊ അങ്ങനത്തെ ഫ്രൈഡ് ആയിട്ടുള്ള എരിവുള്ള സാധനങ്ങൾ ഇവർ പ്ലേറ്റിൽ എടുത്തു. പ്ലേറ്റ് എടുത്ത് നോക്കുമ്പോൾ വ്യക്തി വാങ്ങിച്ച് കഴിക്കും, അതുവരെ ആയിരിക്കും. പക്ഷെ ആവശ്യത്തിൽ നിനക്ക് എന്താ ഇഷ്ടം? എനിക്ക് ഇഷ്ടം ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. ദാറ്റ്സ് ദി പവർ ഓഫ് ഇൻറ്റ്യൂഷൻ. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ലോജിക്കിനപ്പുറമാണ്, നമ്മുടെ ജഡ്ജ്മെന്റ്സിനപ്പുറമാണ്. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ ആ ശക്തമായി തോന്നുന്ന ആ സ്പേസിനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റിയാൽ അത് ചിലപ്പോൾ നമ്മൾ ഇതുവരെ കടന്നു വന്ന എല്ലാവിധ കണ്ടീഷനെയും കാറ്റിൽ പറത്തേണ്ട ഒരു അവയർനെസ് ആയിരിക്കും. ഒന്നുമായിട്ട് മാച്ച് ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോ പറയാണ് ഓക്കെ ഇവിടെ നിന്ന് ഇറങ്ങി നിങ്ങൾ പൊക്കോ, വീട്ടുകാരെ ഒന്നും നോക്കണ്ട. അപ്പൊ നമ്മളറിയോ അയ്യോ അതെങ്ങനെ ശരിയാവും, വീട്ടുകാരെ രക്ഷപ്പെടുത്തണ്ടേ? അവരെ നോക്കാനും ഒരു ശക്തി ഉണ്ടാവും. ആ ശക്തിയായിരിക്കും അവരെ നോക്കാൻ പോകുന്നത്. എന്തിനായിരിക്കും അവരെ നോക്കാൻ നമ്മളെ പോകാൻ പറയുന്നത്? അതിന് ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവും. അവരെന്തോ ഒരു കാര്യം ലേൺ ചെയ്യാനുണ്ടോ, അവരെന്തോ ഒരു കാര്യത്തിൽ ഇവോൾവ് ചെയ്യാനുണ്ടോ. വി ഡോണ്ട് നോ അബൌട്ട് അതേഴ്സ്, ബട്ട് നമ്മളിൽ ഒഴുകുന്ന എന്തോ അതിനെ സെൽഫിഷ് ആണ്. അപ്പൊ നമ്മൾ അയ്യോ സെൽഫിഷ് ആവാൻ പാടില്ല, എന്നാ പിന്നെ അവരെയും കൂടി എടുക്കും. അതാണ് എക്സാക്ട്ലി ഞാൻ പറയുന്നത്. ആ സമയം നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നതാണ്. ചിലപ്പോൾ ഞാൻ പറയുന്നത് സാധാരണ നമ്മുടെ മനുഷ്യന്റെ സാധാരണ ചിന്താഗതിക്ക് നിരക്കുന്നതായിരിക്കില്ല. പലപ്പോഴും നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ നിരക്കുന്നതല്ലല്ലോ അവർ പറയുന്നത്. അതായത് ഒരു ഓക്സിജൻ മാസ്ക് വരുമ്പോൾ ആദ്യം നിങ്ങൾ അടുത്തുള്ള കുട്ടിക്ക് വെച്ച് കൊടുക്കാനല്ല പറയുന്നത്, നിങ്ങൾക്ക് വെക്കാനാ പറയുന്നത്, എന്നിട്ട് കുട്ടിക്ക് വയ്ക്കാനാ പറയുന്നത്, അല്ലെ? സോ പ്ലെയിനില് യാത്ര ചെയ്യുമ്പോൾ അതാണെങ്കിൽ ലൈഫിലും അങ്ങനെ കുറെ കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളത് അറിഞ്ഞിരിക്കണം. വാട്ട് ഐ റിയലി വോണ്ട് ആൻഡ് എന്നിലേക്ക് അത് ഒഴുകുന്നത്. അവർ ഒഴുകണ്ടാണെ അവർക്ക് ഒഴുകും. അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ള മെസ്സേജ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് എഫേർട്ട്ലെസ്ലി ചെയ്യാൻ പറ്റും. There is no effort. പലപ്പോഴും നമുക്ക് മനുഷ്യത്വമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ഹയർ ഗൈഡൻസിനെ ഫോളോ ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വരും. നമ്മുടെ മുമ്പിൽ ഒരു ആക്സിഡന്റ് കണ്ടിട്ട് അത് ചിലപ്പോൾ വിറ്റ്നസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒന്നും ചെയ്യാതെ. നമ്മൾ പറയും ഒരു ആക്സിഡന്റിനെ അവരെടുത്തില്ലല്ലോ, പക്ഷെ അവരെ എടുത്ത് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടല്ലോ അവിടെ വരും. ദാറ്റ് ഈസ് കർമിക് കണക്ഷൻ. എന്ന് വെച്ച് നമ്മുടെ പേടിയോ നമ്മുടെ ഒരു എന്താ പറയാ ഒരു കംഫർട്ട് സോൺ വിടാനോ ഉള്ള എക്സ്ക്യൂസ് അല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ആളുകൾ കംഫർട്ട് സോൺ ഉണ്ടെന്ന് എനിക്കറിയാം. ചോര കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്ന കംഫർട്ട് സോൺസ് ഉണ്ട്. ഞാൻ അതിനെ പറ്റി അല്ല ഇവിടെ ഷെയർ ചെയ്യുന്നത്. കംഫർട്ട് സോൺ അല്ല ഞാൻ ഷെയർ ചെയ്യുന്നത്. യെസ്, ഇൻറ്റ്യൂഷൻ ക്യാൻ കം ഇൻ ദി ഫോം ഓഫ് ഇമാജിനേഷൻ ഓൾസോ. ഇൻറ്റ്യൂഷൻ പല രീതിയിൽ വരും. നമ്മുടെ ഫീലിംഗ് ലെയറിൽ വരും, നമ്മുടെ വിഷ്വൽ ലെയറിൽ വരും, നമുക്ക് ഓഡിറ്ററി ലെയറിൽ വരും, നമ്മളുടെ ചെവിയിൽ ആരോ വന്നിരുന്ന് പറയുന്ന പോലെ വരും. പക്ഷെ ഇപ്പോഴും ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിൽ വരുന്ന സമയം നമ്മളിൽ ഒരു ഫിയർ ആയിരിക്കില്ല ജനറേറ്റ് ചെയ്യുന്നത്. ഒരു ഭയം നമ്മൾ ജനറേറ്റ് ചെയ്യില്ല. നമ്മൾ ഇൻറ്റ്യൂഷനിലേക്ക് കണക്ട് ചെയ്യും. നമ്മുടെ ഉള്ളിൽ അയ്യോ ഇത് ഞാൻ ചെയ്താൽ എന്താവും എന്നൊരു ഫിയർ ഒന്നും ഉണ്ടാവും. നമ്മൾ എക്സാക്ട്ലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള തോട്ടിനെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഒരു നിസ്സംഗത്വം എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു നിസ്സംഗത്വം ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. ഒരു പ്രത്യേക ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവും ആ തോട്ടിനകത്ത്. So that is unconditioning space. Meditation will help to raise our consciousness to that unconditioned space. Then comes unfolding the truth. ആ സമയമാണ് ആ സമയത്തെ നമ്മുടെ ട്രൂത്ത് ഓപ്പൺ ആവും. ബിക്കോസ് എർത്തിലി ലിവിങ്ങിൽ ട്രൂത്ത് മിക്കപ്പോഴും റിലേറ്റീവ് ആണ്. ട്രൂത്ത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ആ മൊമെന്ററി ട്രൂത്ത് അബ്സല്യൂട്ട് ട്രൂത്തുമായിട്ട് അലൈൻ ചെയ്യുന്ന ട്രൂത്ത് നമുക്കവിടെ, അത് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്രൂത്ത് ആയിരിക്കും. നമ്മളെ റിയലൈസ് ചെയ്യിക്കുന്ന ഒരു ട്രൂത്ത് ആയിരിക്കും. നമ്മളെ എംപവർ ചെയ്യിക്കുന്ന ഒരു ട്രൂത്ത് ആയിരിക്കും. സോ
അങ്ങനെ അറിയുന്ന സമയത്തുള്ള ആ ട്രൂത്ത് ഡെഫിനറ്റ്ലി സെറ്റ് യു ഫ്രീ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ട്രൂത്ത്, സത്യം, നുണ എന്നൊക്കെ നമ്മൾ ഈ ലൈഫിൽ പറയുന്ന പലതും നമ്മളെ സെറ്റ് ചെയ്യുന്നില്ല ചെയ്യാവാൻ. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷനിൽ നിന്ന് വരുന്ന ട്രൂത്ത് ഡെഫിനറ്റ്ലി സെറ്റ് അസ് ഫ്രീ. സോ അതിന് വേണ്ടത് എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ ഷെയർ ചെയ്യുന്നു, അൺകണ്ടീഷനിങ്, ഡീകണ്ടീഷനിങ്. നമ്മൾ കണ്ടീഷൻഡ് മൈൻഡിനെ റിലീസ് ചെയ്യാൻ അനുവദിക്കണം. അതിനൊറ്റ വഴിയുള്ളൂ, woo way, non doing. Every day sit some time doing nothing, non doing, ഒന്നും ചെയ്യില്ല. അതിന്റെ അർത്ഥം ഒന്നും ചെയ്യില്ല എന്നല്ല, ഫിസിക്കലി എന്തുവേണം ചെയ്യാം, പക്ഷെ നിങ്ങൾ ഉള്ളിൽ നിന്നും ഒന്നും ചെയ്യില്ല. നിങ്ങൾ ചിലപ്പോൾ വീട്ടിൽ തൂക്കാം, തുടയ്ക്കാം, പാത്രം കഴുകാം, ഭക്ഷണം ഉണ്ടാക്കാം, നമ്മളെല്ലാം ചെയ്യാം. ടെറസിന്റെ മേലെ നടക്കാം, ആകാശം കാണാം, പുറത്ത് വാക്കിങ്ങിന് പോകാം, കുടുംബത്തിനോടൊപ്പം ഇരിക്കാം, സിനിമ കാണാം, ഏത് സമയത്ത് വേണമെങ്കിലും woo way എന്ന് പറയുന്നതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. Doing nothing. So that is woo way. Pause. Focusing on the pause. So today onwards, I recommend you to do meditation. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷൻ ഒരു പക്ഷേ ആനാപാനസതിയിൽ observing the in-breath, observing the out-breath, and one with the breath. Today onwards, one with the pause, not with the breath. Breath is coming, breath is going. Okay, ഒരു വരവും പോവുകയൊക്കെ ചെയ്തോട്ടെ, നമുക്ക് അവിടെ അറിയണ്ടേക്കും. നമുക്ക് അറിയേണ്ട ഇവർ വന്നിട്ടിരിക്കുന്ന ആ സ്പേസ് ആണ്. അകത്ത് കയറി എന്റെ ഗസ്റ്റ് ആവുമ്പോൾ തൊട്ട് ആ ഗസ്റ്റിനെ മാത്രം, ദി മൊമെന്റ് എന്റെ ഗസ്റ്റ് ഗോസ്റ്റ് ആയിട്ട് ഇറങ്ങിപ്പോയാൽ ഓക്കെ ഫൈൻ, ഗസ്റ്റ് ആയിട്ട് അവിടെ ഇരിക്കുമ്പോൾ മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. ദാറ്റ്സ് കോൾഡ് ഫോക്കസ് ഓൺ ദാറ്റ് മിഡിൽ പാത്ത്, ഫോക്കസിങ് ഓൺ ദാറ്റ് ബ്രെത്ത്. So once more I traveling back, ഒന്നും കൂടി ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാണ് ബാക്കിലേക്ക്. പവർ ടു ഇവോൾവ്, പവർ ഓഫ് ഗ്രേസ്, പവർ ഓഫ് ഇന്റർബീയിങ്, പവർ ഓഫ് ചോയ്സ്, പവർ ടു ക്രിയേറ്റ്, all these things. Seeing the truth, unexamined life is not worth living, power of truth, the truth shall set you free. So when now you are ready, you can do a 20 minutes meditation. So you can type yes. ഇതിനിടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എമർജൻസി ഉണ്ട്, പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവുകയും ചെയ്യാൻ കേട്ടോ. You need to respect your truth. Keep on accepting your truth. കാരണം ഇതിന്റെ റെക്കോർഡിംഗ് ഇടുന്നുണ്ടാവും, അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇവിടെ ഇരിക്കണം എന്ന വാശിയിലിരിക്കരുത്. നമുക്കിപ്പോ എന്താണോ തോന്നുന്നത്, ഇപ്പോഴത്തെ എന്റെ ഫീലിംഗ് എന്താണ്, അതിനെ കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്. ആൻഡ് വൺ മോർ ട്രൂത്ത് ഐ ലൈക്ക് ടു ഷെയർ, ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു വന്നു പോകുന്നതാണ്, ദാറ്റ് ഈസ് ഫ്രണ്ട്ഷിപ്പ് ഇസ് എ ട്രൂത്ത്. നമ്മൾ പറയുന്ന ഒരുപാട് ഡിസ്ക്രിമിനേഷൻ അല്ല ട്രൂത്ത്, അതിലോ ട്രൂത്തിൽ വരുന്ന ഒന്നാണ് ദി പവർ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് മീൻസ്, പലപ്പോഴും എന്റെ മാസ്റ്റേഴ്സ് ചിലപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മൾ എപ്പോഴാണ് ഒരു ഈക്വൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്, ഒരേ സ്പേസിൽ എത്തുന്നത്, ആ സമയം എനർജി ഈസി ആയിട്ട് ഒഴുകും. എനർജി എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുക എന്ന് പറയുന്നത് റിലേറ്റീവ് ട്രൂത്ത് ആണ്, അബ്സല്യൂട്ട് ട്രൂത്ത് അല്ല. അബ്സല്യൂട്ട് ട്രൂത്തിൽ എനർജി ഇങ്ങനെയാണ് ഒഴുകുന്നത്, എനർജി ഈസിലി ഒഴുകും, ഹാർട്ട് ടു ഹാർട്ട് എനർജി ഒഴുകും. അല്ലാതെ അതിനെ ഒരാളെ മുകളിൽ കയറ്റി വെച്ചാൽ എനർജി ഒഴുകില്ല, ഒരാളെ താഴെ വെച്ചാൽ നിങ്ങളെ അങ്ങോട്ട് എനർജി ഒഴുകാനും പോകുന്നില്ല. പക്ഷെ എനർജിയുടെ എപ്പോഴും ഉള്ള ഒരു ഒഴുക്ക് അങ്ങനെയാണ്, എനർജി അപ്പ് ആൻഡ് ഡൗൺ ഗെയിം അല്ല കളിക്കുന്നത്. ദാറ്റ്സ് കോൾഡ് ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പൊ നമ്മൾ നിങ്ങൾ ഡോക്ടർ ന്യൂട്ടന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഹി ഷെയർ ഡിയർ ഫ്രണ്ട്, ബിക്കോസ് എനർജി ഈസ് സെയിം വിത്ത് റെസ്പെക്ട്. നമ്മൾ പലപ്പോഴും ഫ്രണ്ട്ഷിപ്പ് എന്ന് വിചാരിക്കുമ്പോൾ അവിടെ റെസ്പെക്ട് ഇല്ലാത്ത ഒരു ഇതാണ്. നോ, റെസ്പെക്ട് ആക്ച്വലി അതിനെ റെസ്പെക്ട് ചെയ്യുന്നതാണ് ഫ്രണ്ട്ഷിപ്പ്. റെസ്പെക്ട് ചെയ്യുമ്പോൾ അതാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്. ആ ഒരു സെയിം സ്പേസിൽ നമ്മൾ ആ യുണീക്നെസ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയം നമ്മൾ അബ്സല്യൂട്ട് ട്രൂത്തിലായിരിക്കും. മറിച്ച് നമ്മളെക്കാളും മുകളിലാണെന്ന് ഒരാളെ വിശ്വസിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലേറ്റീവ് ട്രൂത്തിലാണ്. ഈ വ്യക്തി ഗുരുവാണ്, ഈ വ്യക്തി മഹാനാണ്, മാസ്റ്ററാണ്, അങ്ങനെ അട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് റിലേറ്റീവ് ട്രൂത്ത്, ആൻഡ് റിലേറ്റീവ് ട്രൂത്ത് വിൽ ചേഞ്ച്. നാളെ അതായിരിക്കില്ല. Absolute truth is friendship. So dear friends, close your eyes
clasp your fingers and cross your legs. Once you close your eyes, once you clasp your fingers, once you close your legs, first absolute truth is power to create. So first we need to understand that we create this body. So our body is a relative truth, but that relative truth is created by our own absolute truth. We have the choice to create any type of body, but we choose this body. That is the power of truth. So we need to respect our body. So through this body, we experience certain separation. Then only we can connect to our inner being, seeing each other, feeling each other, touching each other. That's the power of this body, bodily sensation, bodily feeling. That is the power of inner being. And all the grace which we are experiencing, definitely we feel it in our body in the form of different sensations. Sensations like heaviness, lightness, tingling sensation, vibration, itching, pain, numbness, or any type of sensation. It can be expansion, it can be contraction. But through sensation, we can know our grace, know the flow of our grace, knowing the message of our grace. And more we know our grace, more and more we understand the purpose of this body in this evolution. This particular body, this particular identity, this particular mortal nature. Our body is really an asatya. We are not the body. Our emotions are asatya. We are not this emotion. Our mind itself is an asatya. We are not this mind. We are energy, consciousness system. That is our truth. Asatoma sadgamaya. So we need to embrace this asatya, our body, our emotions, and our minds to transcend to our sadgamaya, soul consciousness. Whatever the diseases, whatever the darkness we are feeling on our body, whatever the darkness emotions we are experiencing, whatever that negative thoughts are not the truth. Asatya. It's only a darkness. Light. Our own optimism is an absolute truth. There is a hope. There is a ray. There is a light. There is wellness. There is emotional upliftment. There is bliss. Our body is mortal. That is relative truth. Our body one day dies. All the emotions will die. All our thoughts are dying. All our attachments are dying. But our real soul, our real soul connection, our real soul friend, immortal in nature. It is eternal. You all can sense it. You can feel it. All the drama in this physical realm is a relative truth. The moment you participating on that relative truth, we connect to our absolute truth. There lies the peace. Om Shanti, Shanti, Shanti. So in this moment, I'd like you to observing your body from this absolute truth that I create this body.
I choose this body. This particular body I choose. Whatever the hair, whatever the color, whatever the texture, whether it is slim, whether it is heavy, whether it is light, whether it feels like old or age or new or whatever it is my creation. I create this body. It's my choice. I choose this body to experiencing the inner being, to experiencing the grace, to experience and explore my evolution. I choose this body. I choosing all the sensations coming in this body. So now be a creator. Start observing your body from your head with that awareness that I am the creator of this body. I create this body out of all the Pancha Bhuta, earth, water, fire, air, and ether. And I made it in time, space, realm. Like കുട്ടിയായിരിക്കുമ്പോൾ മണ്ണ് കൊണ്ട് കാസിൽ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ നമ്മുടെ കോൺഷ്യസ്നെസ് വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ് ഈ ബോഡി. So our own consciousness can recreate this body. Our own consciousness can make whatever necessary, which is aligned with our own divine plan. അത് നമ്മുടെ ഇഷ്ടത്തിൽ നിന്നായിരിക്കണം, നമ്മുടെ ശത്രുതയിൽ നിന്നല്ല, ദേഷ്യത്തിൽ നിന്നല്ല. We can change the body, even we can change the texture of our body. We can shift our diseases. We can change our thoughts. We can change our beliefs. We can change our perception. നമുക്കെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. Because it's all relative truth. ഞാനിന്ന് വിശ്വസിക്കുന്നതല്ല relative truth ആണ്. It's not absolute. Absolute gives trust. When we align with the absolute, we experience trust. So the absolute truth is we can observe our body because body is created by us. So I can simply feel my head now. I am feeling my head. I am seeing my head. Down and down. എനിക്കിപ്പോൾ എൻ്റെ ഫോർഹെഡ് അറിയാൻ സാധിക്കുന്നു, ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നു. എൻ്റെ ഫോർഹെഡിൽ നിന്നും കണ്ണുകളെ അറിയാൻ സാധിക്കുന്നു, ചെവികൾ അറിയാൻ സാധിക്കുന്നു, മൂക്കറിയാൻ സാധിക്കുന്നു, കവിളുകൾ, ചുണ്ടുകൾ, വായ, നാക്കിനെ പൂർണ്ണമായും വിശ്രമിക്കാൻ സാധിക്കും. ഈ സമയത്ത് എൻ്റെതായ പവർ ഓഫ് ക്രിയേഷൻ ഉപയോഗിച്ച് ഞാൻ ഈ ശരീരത്തിന്റെ ഈ ഭാഗങ്ങളിൽ ഏറ്റവും സുന്ദരമായി, രസകരമായി എന്തെല്ലാം ഇന്ന് വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതിനെ എനിക്ക് കൊണ്ടുവരാനും സാധിക്കും. ഇനി എനിക്ക് വേണ്ടത് എന്താണോ അതിനെയും കൊണ്ടുവരാൻ സാധിക്കും. Whatever the experience I want to feel it on this body. Suppose I am ready to feel the bliss, the grace of the divine. I am simply focusing on my attention on my head, ശിരസിലേക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ all that divine energy falling through my head. ശിരസിലൂടെ ആ ഡിവൈൻ എസൻസ് ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഒരു മഴയത്ത് നിൽക്കുന്നത് പോലെ, ഷവറിന്റെ കീഴിൽ നിൽക്കുന്നത് പോലെ സുന്ദരമായിട്ട് അതിങ്ങനെ ഒഴുകുകയാണ് ശിരസിലൂടെ. അത് നെറ്റിയിലൂടെ, കണ്ണുകളിലൂടെ, ചെവിയിലൂടെ. ഈ സമയം എൻ്റെ ഉള്ളിൽ ഒരുപാട് തരത്തിലുള്ള വികാരങ്ങൾ സഞ്ചരിക്കുന്നുണ്ടാവും. അക്സെപ്റ്റ് എവറിത്തിങ് ആസ് ഇറ്റ് ഈസ്. നെവർ ഡിസ്ക്രിമിനേറ്റ് എനിത്തിങ്. ദാറ്റ് ഈസ് അവർ എക്സ്പീരിയൻസ്. That is what I want to experience now. Simply experience. Feel that energy down and down through my face, cheeks, lips, chin, neck and throat area, shoulders and arms, the whole back, entire spine, upper spine, upper back, middle spine,
middle back, lower spine, lower. Experience the grace. Feel it on your whole chest, entire abdomen. Feel that divine grace is flowing like a touch, like a flow. Flow is the absolute truth. Feel the flow down and down, touching your lower abdomen, hip area, buttocks area, genital area, thighs, knees, calf muscles, ankles and toes. Feel that you are under a divine shower. You are completely in that divine state. You are experiencing the grace. In this moment, you can easily observe the pause between the in-breath and out-breath. The pause is like a very sucking energy. That pause can sucking you to a beautiful realm of your soul space. You can easily transcending all the limitations, transcending all the lesser truths, transcending all the lesser realities, and connect to that divine immortal nature. More you observe this pause, ഈ പോസിലേക്ക് ശ്രദ്ധിച്ച് ആ പോസ് ഇങ്ങനെ അകത്തേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ you start realizing your soul space. You start seeing your soul friend, soul mate, soul dear and near one, soul neighbor, so that you can understand the relation, you can understanding their role they are playing in this life. More you realize their role, more the friction is less, more the game is easy, more that energy movement is simple. Then everything is just like a drama, just like acting in a movie, just like a play. When you are laughing, it's a play. When you are crying, it's a play. Only truth is the divine unconditional love, which is flowing and connecting between each and every soul for evolution, sharing all the wisdom. Even in this group, we are all sharing amazing energy. It's like an umbilical cord. It's a white crystal cord. That is an unconditional love cord which is bonding and connecting between everyone. Some bonds are deep in nature, some bonds have slight less energy, but still you can experience it, feel it. It's beyond all the entanglements because it's a divine energy bond. You feel that energy on your navel area, പൊക്കിളിന്റെ ഭാഗത്ത്. You can sense that unconditional loving space energy connecting between every soul. Then you realize the importance of relationship, importance of friendship, importance of chit-chatting, meeting, smiling. Then your communication becomes easy.
simple, nice, which starts evolving. That is a joyful learning experience. Sajjana Sangatya, the space of amazing learning, a space of amazing playing by sharing the soul energy, soul wisdom. That time we are all experience our inner prosperity, feel our abundance. Our real abundance is our real soul experience and beyond. Our true connection with the Creator, our true alignment with that Tao, all that is absolute space. So keep on allowing yourself മെല്ലെ അവനവനെ അനുവദിച്ചുകൊണ്ടേയിരിക്കുക ആ പോസിലൂടെ ഇൻഫൈനൈറ്റ് സ്പേസിലേക്ക്. But you are very deeply at the same time connecting with the Mother Earth, because you are a multi-dimensional being. That means you can stay in the earth, you can stay in the heaven, you can stay in different galaxies, you can stay simultaneously in all the places of your existence. You can simultaneously knowing your parallel life. You can simultaneously knowing your all connections. Simultaneously traveling through your future times and past times. Simultaneously you can explore your genetic line and past life memories. Simultaneously you can know your pre-birth plan. Everything you can experiencing with this simultaneous, spontaneous, unlimited, unconditional, multi-dimensional reality. You are a multi-dimensional being. You are an immortal, divine being. All the past completely taking away your whole attention and reaching to that unconditional space of energy, consciousness, wisdom. Last 2 more minutes. You are touching to your soul. Completely trust all the experience. Completely assimilating all the experience. Completely participating in all experience.
Last 1 more minute. Feel you are dissolving all the identities, all the limitations in the space where you are now. You dissolve and merge with your higher reality. Dissolve yourself to that divine consciousness, bigger reality, greater truth, greater reality. Total respect, total gratitude, total friendship to this field. You are really ready to slowly, gradually, coming out, down and down to your current body which you created, your creation. You are ready to entering into your own vehicle, your creation. All the emotions are your own energy, and all that mental stuff that makes a personality, your personality. You simply entering into your different coat, different dress. First, from this state of Anandamaya Kosha, down and down you are entering into the first layer of Vijnanamaya Kosha. Inside that coat, completely taking it, contains so much of wisdom about your soul. Down and down to your astral body, Manomaya, all and lot of imagination, dream, entering into that phase of dream, and down to your pranamaya, energy body, etheric body, and to your physical body. So now you reach to your physical body, all the energy, all the consciousness, and all the wisdom of entire bodies are experienced in your physical layer now. By simply observing your attention or moving your attention, traveling throughout your body. ശിരസിൽ നിന്നും പാദം വരെ ഇങ്ങനെ ശ്രദ്ധ ഇങ്ങനെ ഓടിക്കുന്തോറും എല്ലാ ബോഡിയിൽ കിടക്കുന്ന ആ എനർജിയുടെ വൈബ്രേഷൻ ഫീലിങ്സ് എല്ലാം ഈ സമയം ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. Feel it and containing with your breath that path. A path in ullil, it's like a container, you are storing all the energy now. And I like you to use the mudra to store the energy. Suppose you are clasping your fingers, I like you to touch your thumb together, or you are strongly feel that clasping, or the clasp maati kai mushti pidikam, venengil ചൂണ്ടുവിരലും തമ്പും തമ്മിൽ ടച്ച് ചെയ്യുന്ന ഒരു മുദ്രയാക്കാം. Anything you can do in this moment to containing all this energy. Next time you do this mudra, all the energy will recreate. It's called anchoring your energy in this moment. I like you to focusing your attention from head to down. ശിരസിലൂടെ, നെറ്റിയിലൂടെ, കണ്ണുകളിലൂടെ, ചെവിയിലൂടെ, ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് മുഖത്തോടെ, കവിളുകളിലൂടെ, ചുണ്ടിലൂടെ, കഴുത്തിലൂടെ, ഷോൾഡറിലൂടെ, കൈകളിലൂടെ, in their upper body, spine, in their chest and abdomen, in their lower body. Feel the sensation, and a sensation മുഴുവനായി മുദ്രയിലേക്ക് സ്റ്റോർ ചെയ്യുക. Whatever the mudra you spontaneously feeling, and you keep remembering it. Whenever you do this mudra, all this energy will activate inside of you. It's called anchoring. So I am counting from 3 to 1. I count 1, you immediately anchor the energy. Use that mudra. Okay, ready? 3,
anchor the energy completely. Then you release. One more time you are doing, count, you release. 3, 2, you are storing all the energy in your system now. 1, anchor it. Anchor it completely, feel the energy. Again you are releasing, and last time, one more time. 3, 2, and you are anchoring all the energy now anchor it. Completely anchoring it. Feel it fully and relax and release. Now I am counting from 1 to 5. My count reach 5, you can slowly, gradually coming back. 1. Every day in every way you are getting better and better. 2. Every day in every way you are exploring and experiencing your inner dimension. 3. Every day in every way you experience your heart space. 4. Every day you intending a new reality for you. You really know what you really want. You intend for it beyond the conditioning mind, beyond the logical mind, and don't become illogical also. Connect your illogical space. And 5, rub your palm, place on your eyes, opening your eyes to a world of new reality. Truth. Truth shall setting you free. So you all are free. You are free beings.